ഓക്കെ ഓക്കെ, റെക്കോർഡിംഗ് ഓൺ ആക്കിയേക്കാം. അപ്പോൾ എവരി വൺ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയാണ്. ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സെക്ഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഓൾറെഡി ഗ്രൂപ്പിൽ എന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ഏത് ചാപ്റ്ററാണ്, ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഓൾറെഡി എടുക്കുന്നുള്ളത്. അപ്പോൾ ഒരു 1 വീക്ക് മുമ്പ് തന്നെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ അത് ഓൾറെഡി അതിന്റെ ഫാക്കൽറ്റീസ് എല്ലാം കണ്ടുപിടിച്ച് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് എന്തിനാ അങ്ങനെ തരുന്നു എന്ന് ചോദിച്ചാൽ എന്തിനായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഏത് ചാപ്റ്റർ ആണോ പഠിക്കാൻ വരുന്നത്, ഇതിപ്പോൾ ഇന്ന് ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ നേരത്തെ തരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സ്റ്റഡി മെറ്റീരിയൽ കണ്ട്, അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഇല്ലാത്ത ആൾക്കാർ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോലും നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ട് +2 നിങ്ങൾ ഏത് ചാപ്റ്ററാണോ, +2 +1 പഠിച്ച ഏത് ചാപ്റ്ററാണോ അതിന് ബേസിക് ആയിട്ട് ടെക്സ്റ്റ് നോക്കിയോ നോട്ട് നോക്കിയോ കുറച്ചെങ്കിലും നോക്കിയിട്ട് കുറച്ച് അറിവ് നേടിയിട്ട് മാത്രമേ ഉള്ളൂ ഏതൊരു ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയുന്നു. ഈസ് ഇറ്റ് ക്ലിയർ ടു യു? യെസ് ഓർ നോ? അതിന് ഗുഡ് മോർണിംഗ് ഫ്രം എവരി വൺ. എല്ലാ കുട്ടികളും എനിക്ക് ഗുഡ് മോർണിംഗ് തന്നെ. ആകെ 4 പേര് ഗുഡ് മോർണിംഗ് മെസ്സേജ് ചെയ്തോളൂ. അതിന് ഗുഡ് മോർണിംഗ് ഫ്രം എവരി വൺ മെസ്സേജ് ചെയ്തോ. ഐ നീഡ് ഗുഡ് മോർണിംഗ് ഫ്രം എവരി വൺ. എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. പറയണമെന്നില്ല, ജസ്റ്റ് റൈറ്റ് എ മെസ്സേജ് ഫോർ ദാറ്റ്. യെസ് നെഹല, അമിയ, യെസ് ഗുഡ് ഗുഡ്, യെസ് യെസ്. ടോമിൻ, ജുജു, യെസ്. ബാക്കി ആൾക്കാരില്ലേ? സൂര്യ, ടോമിൻ പാലയിലെ ടോമിനാണോ? ടോമിൻ അല്ല, ടോമിൻ ടോം പാലയിലാണോ? ടോമിൻ ടോം അല്ല. ഓക്കെ, സോറി, വേറൊരു ടോമിൻ ഉണ്ടായിരുന്നു അല്ല ജോസഫേ? ഒരു ടോമിൻ നമുക്കില്ലായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്, ആളാണോ സംശയം. ആയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ആദ്യം പറയാനുള്ള, എനിക്കതാ പറയാനുള്ളത്. നിങ്ങൾ ആദ്യം പഠനം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഏത് ക്ലാസ് ആദ്യം വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഏത് ചാപ്റ്റർ ആണോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്, അതിന് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് വരിക. കാര്യം നമുക്ക് ബേസിക്സ് പറയാൻ പോയി കഴിഞ്ഞാൽ കുറെ സമയം എടുക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾറെഡി കുറച്ച് ബേസിക് ഒക്കെ പറഞ്ഞിട്ട് എടുക്കത്തുള്ളൂ. ചില ടീച്ചർമാർ, ഇപ്പൊ നമ്മൾ എടുക്കുന്ന ടീച്ചർമാർ പ്രത്യേകിച്ചും അവർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പതുക്കെ എടുത്താൽ മതി, എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ട്. കാര്യം നിങ്ങൾ +2 കൂടുതൽ സ്റ്റേറ്റുകാരാണ് ഇതിനകത്തുള്ളത്, ഫോക്കസ് ഏരിയ മാത്രമേ പഠിച്ചിട്ടുള്ളൂ മിസ്സേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് അറിയത്തില്ല, അതുകൊണ്ട് പതുക്കെ എടുത്താൽ മതി എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് എടുത്തു പോകുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടായിരിക്കും മിസ്സുമാരെല്ലാം എടുക്കുക. അങ്ങനെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എല്ലാ മിസ്സുമാരോടും ഞങ്ങൾ അത് നേരത്തെ തന്നെ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവരും ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഗ്ലോറിയ, അതുപോലെ ട്രീസ, ഇവരൊന്നും എക്സാം എഴുതാത്ത തന്നെയാണ്. വൈ ഗ്ലോറിയ സ്പീക്ക് ഔട്ട്. ഗ്ലോറിയ എക്സാം എഴുതി കണ്ടിട്ടില്ല. ട്രീസ കുര്യാക്കോസ്, ട്രീസയൊക്കെ മാവേലിയ പോലെയാണ്, ഇടയ്ക്ക് വന്ന് ഇടയ്ക്ക് പോകുന്ന ഒരാളാണ് ട്രീസ. ഗ്ലോറിയ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ. എന്നാ ഗ്ലോറിയ എക്സാം ഒക്കെ എഴുതാതെ? പറയാനൊന്നുമില്ലേ? ഗ്ലോറിയ ഗുഡ് മോർണിംഗ് ഉണ്ടല്ലോ ഗ്ലോറിയയുടെ. ഈ എക്സാമിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങളോട് ചുമ്മാ പറയുന്നല്ല. ഞങ്ങള് ഇത്രയും എല്ലാ ദിവസവും ഇങ്ങനെ മോക്ക് ടെസ്റ്റ് പോലെ പ്രിപ്പയർ ചെയ്ത് ചെയ്യിക്കുന്നത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം മാത്സിന് എക്സാം ഇട്ടു. ഔട്ട് ഓഫ് ഞാൻ 25 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തത്. പക്ഷെ ഞാൻ ഓർത്ത് ഒരു 50 ക്വസ്റ്റ്യൻ കന്നോട്ടെ എന്ന് പറഞ്ഞാൽ 50 ക്വസ്റ്റ്യൻ തന്നെ നല്ല രീതിയിലുള്ള 50 ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് കിട്ടു തന്നു. അപ്പൊ അതിനകത്ത് നിന്ന് ഉറപ്പായിട്ട് 1-2 ക്വസ്റ്റ്യൻ, ആ മോഡൽ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് കീമിനൊക്കെ വരും. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് പഠിക്കുക. എന്നിട്ട് പിന്നെ പലപ്പോഴും എനിക്ക് സങ്കടം തോന്നിയത് ആകെ ഇതിനകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ, സാർ ഇത് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി ഒറ്റ കുട്ടികൾ പോലെ എന്നോട് ചോദിച്ചു, സാർ ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. എന്നോട് എനിക്ക് തോന്നുന്നു ലിമിറ്റ്സിനകത്ത് ഡൗട്ടുള്ള ഏതോ ഒരു പേര് ഓർമ്മയില്ല. someone ask me one question, ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിച്ചു ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ബാക്കി ആരും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് അതിന് സൊല്യൂഷൻ കിട്ടുമ്പോൾ ഓക്കെ എല്ലാം മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണോ നിങ്ങളുടെ അഭിപ്രായം? ആണോ നെഹ്ല ഫാത്തിമ? ആണോ? കേൾക്കുന്നുണ്ടോ ഈ പറയണേ? നെഹ്ല, ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നില്ലേ? ക്ലാസ് അറ്റൻഡ് ചെയ്യില്ലേ നെഹ്ല ഫാത്തിമ?
അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത് 50 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയോ? ഡൗട്ട് ഒന്നും ഇല്ലായിരുന്നു ആർക്കും? 50 ക്വസ്റ്റ്യനും എളുപ്പമായിരുന്നോ? അപ്പോൾ ഇതെല്ലാം ഇനി ആവർത്തിക്കരുത്. ഞാൻ മാത്സിന്റെ ഒരു ചാപ്റ്റർ നമ്മൾ തീർത്ത ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് വരാവുന്ന ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിനകത്ത് നിങ്ങൾക്ക് ഇത്രയും ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് വന്നിട്ടുണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കണം. ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യൂ. മനസ്സിലായില്ലേ? എനിക്ക് വാട്സപ്പ് ചെയ്താ ഡൗട്ട് സാർ ഇത് എങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരാൾ പോലും ചോദിക്കുന്നില്ല എന്നുള്ള വലിയൊരു വിഷമം എനിക്കുണ്ട്. അതൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മിക്കവാറും പറ്റും, പറ്റായിക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഞാനത് ആൻസർ ചെയ്ത് പറഞ്ഞു തരാം, അതിൽ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ചിലപ്പം ഇൻ കേസ് സമയം കിട്ടാതെ വരുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം ആ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ മാത്സിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന എത്ര പേര്? 28 പേര്, 29 പേര് സംതിങ്. ഇംഗ്ലീഷിനകത്ത് അത്രയും പേരുണ്ടെന്ന് തോന്നുന്നു. അതെ, ഇത്രയും പേര് എഞ്ചിനീയറിംഗ് ഇരുന്ന കുട്ടികളാണ്. ഇപ്പൊ എന്റെ ലക്ഷ്യം അല്ല മിൻഡോ സാറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ഒപ്പിക്കാൻ. അത് എന്റെ ഒരു ആവശ്യമാണ്. കാര്യം ഇപ്പം കൂടുതൽ ടൈം എനിക്ക് കിട്ടുന്നുണ്ട്. കാര്യം ഓൺലൈൻ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് എത്ര ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാവോ അത്രയും ക്ലാസ്സുകൾ തരുന്നതിന്റെ ഉദ്ദേശം നിങ്ങളെ കൊണ്ട് നല്ലൊരു സ്കോർ മേടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനൊരു ലക്ഷ്യത്തിലാണ് ഞാനും വർക്ക് ചെയ്യുന്നത്. ഞാനും വിൻഡോ സാറും വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. അതിന് ഞങ്ങൾ പറയുന്നതായ പ്രൊസീഡിങ്സ്, ഞങ്ങൾ പറയുന്ന പ്രൊസീജിയറിലൂടെ നിങ്ങൾ പോകണം. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കണം. ഇപ്പൊ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുനിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. എനിക്ക് തോന്നുന്നു അതിലേക്ക് ലിസ് ഡൗട്ട് ചോദിച്ചായിരുന്നു, സാർ ഇത് എങ്ങനെ ചെയ്യണം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇല്ല ലിസ് ക്ലാസ്സിലുണ്ടോ? ലിസ് ഇന്നില്ല ക്ലാസ്സില് ഉണ്ട്. ഇപ്പൊ ലിസൊക്കെ ഇടയ്ക്ക് ഡൗട്ട് ലിസ് ചോദിച്ചു, വേറെ ആരോട് എന്നോട് ചോദിച്ചു. ഞാനത് വോക്കലായിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. എൽ ഹോസ്പിറ്റൽ ഉള്ളിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് കിട്ടാവോ അത് എനിക്ക് തോന്നുന്ന അത് എക്സാമിന് വന്നതാണ്. ഏതാ മോക്ക് ടെസ്റ്റിനകത്ത് ലിസിന് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇല്ലേ ലിസേ? ഉണ്ടായിരുന്നു. അതെ, ലിസ് അത് ചെയ്ത് പഠിച്ചത് കൊണ്ട് മോക്ക് ടെസ്റ്റിന് ഗുണം കിട്ടി. ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നല്ല സ്കോർ കീമിനെ മേടിക്കുക. പ്ലസ് ടുവിൽ എങ്ങനെയായാലും നല്ല മാർക്ക് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. പ്ലസ് ടുവിന് കാര്യം ഫോക്കസ് ഏരിയ ഇല്ലേ, അത് ആർക്കും ഡൗട്ട് കാണത്തില്ല. ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് ഉറപ്പായിട്ടും പ്ലസ് ടു നല്ല മാർക്ക് കിട്ടും. പിന്നെ എഞ്ചിനീയറിംഗ് നല്ലൊരു മാർക്കോടെ മേടിച്ചു നല്ല ഗവൺമെന്റ് കോളേജിൽ പഠിക്കാം. 10 പൈസ കൊടുക്കണ്ട, ഇങ്ങോട്ട് കാശ് കിട്ടുന്ന രീതിയിൽ സ്റ്റൈഫൻഡോടെ പഠിക്കാൻ പറ്റുന്ന ഗവൺമെന്റ് കോളേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കുക, കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് എപ്പോഴും ഒരു ഇൻട്രൊഡക്ഷനകത്ത് ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടാകണം. പഠിക്കണം എന്നൊരാഗ്രഹം നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യണം. അത് നിങ്ങളാണ് നോക്കേണ്ടത്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് സമയം പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, കുറച്ച് സമയം പോയി. എനിവേ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. പ്ലസ് ടുവിലെ ചാപ്റ്റർ നമ്പർ 2 ആണ്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനകത്ത് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ബോർഡ് ക്ലിയർ ആണ്, ഞാൻ പറയുന്നത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ ഐ നീഡ് ആൻ യെസ് ഫ്രം ഓൾ ഓഫ് യു. എല്ലായിടത്തും മെസ്സേജ് ഇട്ടേ, ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ എഴുതിയിരിക്കുന്നത് എല്ലാം ക്ലിയർ ആണെന്ന് തോന്നുന്നു. കേൾക്കുന്നില്ല? യെസ് യെസ്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഓൾ ഓഫ് യു ഗുഡ്. യെസ്. യാ, അപ്പൊ നോക്കിക്കേ, y ഈക്വൽ ടു ശ്രദ്ധിച്ചാലും y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോ അതിനകത്ത് എക്സ് ഈക്വൽ ടു എന്താ പറയണത്? നമ്മള് എന്താ പറയാ? എഫ് ഇൻവേഴ്സ് y എന്ന് പറയാറുണ്ട്, ഉണ്ടോ ഇല്ലയോ? y ഈക്വൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ y ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ കിടക്കുന്ന എക്സിലുള്ള ഫംഗ്ഷൻ ആണ് കിടക്കുന്നത്. അവിടെ എന്താ പറയണത്? എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ പറയാൻ പറ്റും? ഐ ക്യാൻ റൈറ്റ് ആസ് എഫ് ഇൻവേഴ്സ് y എന്ന് പറയാം. ആണോ അല്ലയോ? ഇതിന് നിങ്ങൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. ഇൻവേഴ്സ് എന്താ പറയാ? ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഓർമ്മയുണ്ടോ അതെന്താകണമെന്ന് പഠിച്ചായിരുന്നു? ഓർമ്മയുണ്ടോ ഈ വാക്ക്? വാക്കെന്താ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. എന്ത് ഫംഗ്ഷൻ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ ബൈജക്റ്റീവ്. ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് എങ്കിൽ ഇഫ് ഐ നീഡ് എക്സ് ഐ നീഡ് ദ ഇൻവേഴ്സ് ഓഫ് y. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അതിന് പറയുന്ന പേര് ഇൻവേഴ്സ്. ഇൻവേഴ്സ് ആകണമെങ്കിൽ there should be a condition that it should be a bijective function. എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയുന്നില്ലെങ്കിലും മറന്നു പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ +1 +2 ചാപ്റ്റർ എടുത്ത് നോക്കുക, അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 on 2 ആകുന്ന സാധനങ്ങളെയാണ് ബൈജക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ ഞാൻ ചോദിക്കുകയാണ്, y is equal to sin θ എന്ന് എഴുതിയാൽ എന്താ തീറ്റ? വാട്ട് വിൽ ബി തീറ്റ? നിങ്ങൾക്ക് ബോർഡ് ക്ലിയർ ആണല്ലോ, ബോർഡ് ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലെ? അതിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. ബോർഡ് ഫുൾ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, സോറി. അപ്പോ y ഈക്വൽ ടു sin θ ആണെങ്കിൽ
എന്താണ് തീറ്റ? എബിൻ പറഞ്ഞേ, എന്താ തീറ്റ? തീറ്റ ഈക്വൽ ടു എങ്ങനെ പറയാൻ പറ്റും എബിൻ? തീറ്റ ഈക്വൽ ടു y ഈക്വൽ ടു സൈൻ തീറ്റ ആണെങ്കിൽ വാട്ട് ഇസ് തീറ്റ? എബിൻ അല്ലേ? എബിൻ ബിജു വർഗീസ് പറഞ്ഞേ, y ഈക്വൽ സൈൻ തീറ്റ ആണെങ്കിൽ യാ, അപ്പൊ y ഈക്വൽ സൈൻ തീറ്റ ആണെങ്കിൽ എബിനെ തീറ്റ ഈക്വൽ എങ്ങനെ പറയാം? പറ. സൈൻ ഇൻവേഴ്സ് ഓഫ് y, ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. മനസ്സിലാക്കുക, എല്ലാവർക്കും മനസ്സിലാകുന്ന വിശ്വസിക്കുന്നു. എന്താ നമ്മൾ പഠിക്കുന്നുണ്ട്? x is equal to sin തീറ്റ. അങ്ങനെയാണ് തീറ്റ is equal to എന്താണ്? തീറ്റ is equal to എന്തായാലും sin inverse x. ഓൾറെഡി നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എല്ലാം തന്നെ അത് ബൈജക്റ്റീവ് ആണ് എന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ടോ, ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ ബൈജക്റ്റീവ്. അപ്പൊ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ നോട്ടിനകത്ത് ഓൾറെഡി കിടപ്പുണ്ട് അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സ്, പിന്നെ എല്ലാത്തിനും ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, പിന്നെ എന്തായിരുന്നു പിന്നെ ഉള്ളത്? കോട്ട് ഇൻവേഴ്സ് എക്സ്, പിന്നെ കൊസീക് ഇൻവേഴ്സ് എക്സ്, പിന്നെ എന്തിനാ സീക് ഇൻവേഴ്സ് എക്സ്. 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഉള്ള പോലെ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും ഉണ്ട്. മനസ്സിലായല്ലോ? അതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താക്കി മാറ്റുക? ബൈജക്റ്റീവ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഏതൊരു ഫംഗ്ഷൻസും അതിനെ ഇൻവേഴ്സിലേക്ക് മാറ്റാനായിട്ട് ആ ഫംഗ്ഷൻ എന്താകണം? ബൈജക്റ്റീവ് ആകുക എന്നുള്ളത് അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു യു, റൈറ്റ്? അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും y is equal to തീറ്റ sin തീറ്റ, അപ്പൊ തീറ്റ is equal to എന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇസ് ക്ലിയർ ടു യു ദിസ് തിങ്? ഇത് ക്ലിയർ അല്ലേ? നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടല്ലോ അല്ലേ? ലെക്ചർ നോട്ട് ഉണ്ടല്ലോ കൂടെ, എഴുതി പോക്കണം. ടെസ്റ്റിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സിന് പ്രധാനപ്പെട്ടതായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് ഡൊമൈനും അതേപോലെ തന്നെ റേഞ്ച്. വെരി വെരി ഇമ്പോർട്ടന്റ്. കാര്യം ഇതിനകത്തുനിന്ന് നിങ്ങൾ എൻട്രൻസ് ചോദിക്കുമ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എൻട്രൻസ് ചോദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ ഫംഗ്ഷൻസിന്റെയും ഡൊമൈനും റേഞ്ചും അറിയാം. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാല് നിങ്ങൾ +1 ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, റിലേഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന പാഠം +1 പഠിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂയില് ഞാൻ പറയുന്നു, കീം എക്സാമിനേഷന് മിനിമം ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഡൊമൈനും റേഞ്ചും ബേസ് ചെയ്ത്, അതായത് സിമ്പിൾ ഫംഗ്ഷൻസ് ആയിരിക്കത്തില്ല, ഇൻവേഴ്സിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങളെ ബന്ധപ്പെട്ട് അതിന്റെ ഡൊമൈൻ എന്താണ്, അതിന്റെ റേഞ്ച് എന്താണ്, ഒരു 4 or 5 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ആ ഐഡിയയിൽ പല ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ എന്ത് ഫംഗ്ഷൻ പഠിച്ചാലും അതിന് എന്തൊക്കെ വാല്യൂ വരാം അറിയാലോ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോക്കിക്കേ, ഇപ്പോ y ഈക്വൽ ടു ഞാൻ എന്തെഴുതി സൈൻ ഇൻവേഴ്സ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഞാൻ എഴുതിയാൽ ഇവിടെ എക്സിന് എന്തൊക്കെ വില ഇട്ട് കൊടുക്കുന്നുണ്ടോ അതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നതും, ഇവിടെ വൈക്ക് എന്തൊക്കെ വില കിട്ടുന്നുണ്ടോ അതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. നോ നീഡ് ഓഫ് ഡെഫിനിഷൻ ഓൾ, ഇൻ സിമ്പിൾ പെർസ്പെക്റ്റീവില് മനസ്സിലാക്കുക ഞാൻ എന്താണ് പറയണമെന്നുള്ളത്. അതായത് y ഈക്വൽ ടു ഞാൻ എന്തെങ്കിലും എഴുതിയാൽ അവിടെ എക്സിന് എന്തൊക്കെ വില ഇട്ട് കൊടുക്കുന്നു ഡൊമൈൻ, കിട്ടുന്ന ഉത്തരത്തെ റേഞ്ച് എന്ന് പറയും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന 6 എണ്ണത്തിന്റെയും ഡൊമൈനും റേഞ്ചും നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നെ മെറ്റീരിയൽ കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മെറ്റീരിയലിനകത്ത് ഐ തിങ്ക് പോയിന്റ് നമ്പർ 3 കണ്ടോ? നിങ്ങള് കണ്ടോ? മെർവിൻ മരിയ ആന്റണി പോയിന്റ് നമ്പർ 3 എന്ന് പറഞ്ഞ പേജ്, സെക്കൻഡ് പേജിനകത്ത് 3ാമത്തെ സെക്ഷൻ, 3ാമത് ഡൊമൈൻ ഓഫ് ദി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കണ്ടോ? യെസ്, വെരി വെരി ഇമ്പോർട്ടന്റ്. അവിടെ എഴുതി വെച്ചോ ബുക്ക് ഉണ്ടെങ്കിൽ വെരി വെരി ഇമ്പോർട്ടന്റ്, മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ് ഓരോന്നിന്റെയും ഡൊമൈനും അതേപോലെ റേഞ്ചും. ഞാൻ പെട്ടെന്ന് പറയാം. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ കിടക്കുന്നത് -1 തൊട്ട് 1 വരെ, ഇതിന്റെ ഡൊമൈൻ കിട്ടുന്നത് -1 തൊട്ട് 1 വരെ. എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് എനിക്ക് ഈ വില ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ എന്നുള്ളതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കണം. ഏതൊക്കെ വിലയാ? -1 തൊട്ട് 1 വരെ എന്ന് പറഞ്ഞാൽ -1 ഇട്ട് കൊടുക്കാം. 0, 1 മാത്രമല്ല, യു ക്യാൻ പുട്ട് 1/2, 1/4, √3/2, എന്ത് 1/√2 അങ്ങനെയുള്ള ഒന്നിനും ചെറിയ വിലകളും -1നും ചെറിയ വിലകളും നിനക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം ഈ രണ്ടെണ്ണത്തിനകത്ത്. അതേപോലെ ഇതിന്റെ റേഞ്ച് പഠിച്ചു വെക്കണം. എവിടെ തൊട്ട് എവിടെ വരെയാ? ക്ലോസ് ഇന്റർവെൽ -π/2 തൊട്ട് +π/2 വരെ. ഞാൻ ഈ പറയുന്ന എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ കിടക്കുന്ന എവിടെ തൊട്ട് എവിടെ വരെയാ? 0യ്ക്കും πയ്ക്കും ഇടയ്ക്കാണ്.
അതേപോലെ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാലും കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാലും ആറാണ്. നിനക്ക് എന്ത് നമ്പർ വേണേലും എക്സിന് ഇവിടെ ഇട്ട് കൊടുക്കാം. ടാൻ ഇൻവേഴ്സ് 0യോ അല്ല ടാൻ ഇൻവേഴ്സ് ഓഫ് 1,00,000 ടാൻ ഇൻവേഴ്സ് ഓഫ് √3യോ ടാൻ ഇൻവേഴ്സ് ഓഫ് √221 എന്ത് വേണം ഇട്ട് കൊടുത്തോ. there will be an answer for these two things. മനസ്സിലാക്കുക. ഈ കിടക്കുന്ന രണ്ട് എക്സിനും എന്ത് റിയൽ നമ്പർ വേണം ഇട്ട് കൊടുക്കാം. ബട്ട് ദ ആൻസർ ഷുഡ് ലൈ ബിറ്റ്വീൻ, ശ്രദ്ധിച്ചേ ഞാനൊരു ഓർഡറിലാണ് എഴുതി വെക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിന്റെ തങ്ങളുടെ ഓർഡറാണ് കിടക്കുന്നത്. അതെ ആ ഓർഡർ തന്നെയാണ്. അപ്പം ഇവിടെ കിടക്കുന്ന റിയൽ നമ്പർ എന്ന് അറിയാലോ. റിയൽ നമ്പർ എന്ന് പറയുന്ന സാധനത്തെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും ഇത് ഊഹിക്കാലോ. എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? റോൺ ഷാജൻ, റോൺ ഷാജൻ, റോൺ സ്പീക്ക് ഔട്ട്. അപ്പം ഈ കിടക്കുന്ന 6 എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാലോ എന്താ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. 6ന് എങ്ങനെ എഴുതി വെച്ചിരിക്കണേ? -∞ to ∞. മനസ്സിലാക്കാം റോണ്? എഴുതാൻ പറ്റുമോ റോൺ? അങ്ങനെ റോൺ ഷാജൻ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റുമോ റോണെ ഞാൻ ചോദിക്കുന്നേ? പറ്റുമെന്ന് മനസ്സിലാക്കുക. അറിയാനാത്ത ആൾക്കാരെ മനസ്സിലാക്കുക, എഴുതാൻ പറ്റും. കാര്യം റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? വാട്ട് ഇസ് ആർ മീൻസ്? റിയൽ നമ്പർ. ആർ ഉദ്ദേശിക്കുന്നത് റിയൽ നമ്പർ. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് എവിടെ വരെയാ? നമ്മുടെ നമ്പറിലാണ് ഇത് -∞, ഇവിടെ +∞, ഇവിടെ വരെ എന്ത് വില വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ട് ആറിന് എപ്പോഴും ഇങ്ങനെ കൂടി എഴുതാറുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. -∞ തൊട്ട് ∞ വരെ ഇത് രണ്ടും ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോ ഇതിന്റെ റേഞ്ച് വരുന്നത് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്ന് പറയാൻ ഈ കിടക്കുന്ന ഇത് തന്നെ. പക്ഷെ എന്ത് ഇന്റർവെലാ? ഓപ്പൺ ഇന്റർവെലാണ്. ഓപ്പൺ, ദിസ് ഈസ് ഓപ്പൺ, ഇത് ക്ലോസ്ഡ്, ഇത് ഓപ്പൺ. ഇതിന്റെ റേഞ്ച് കിടക്കുന്ന എവിടെ തൊട്ട് എവിടെ വരെയാ? 0 തൊട്ട് π. വ്യത്യാസം ഇത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ക്ലോസ്ഡ് ആണെന്നും ഇത് ഓപ്പൺ ആണെന്നും മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഇവിടെ -π/2 +π/2 എടുക്കാൻ പറ്റില്ല, ഇവിടെ എടുക്കാം. അതെ, ക്ലോസ് മീൻസ് ഇൻക്ലൂഡഡ്, ഓപ്പൺ മീൻസ് എക്സ്ക്ലൂഡഡ്. അതെ. ഇനി കോസീക് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതും r -1 to 1. ഇത് എഴുതാറുണ്ട് r -1 to 1. കണ്ടോ? ഇവിടെ കിടക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റേഞ്ച്, അതായത് ഇതിന്റെ അർത്ഥം എന്താ, വാട്ട് ഇറ്റ് മീൻസ് എന്ന് ചോദിച്ചാൽ അറിയാലോ എല്ലാവർക്കും. ഞാൻ ഈ പറയുന്നത് എന്തിനാ ഇങ്ങനെ എടുത്തു പറഞ്ഞെന്ന് ചോദിച്ചാല് ചുമ്മാ പഠിച്ചുകൊണ്ടാകുന്നില്ല, ക്ലിയർ ആയിട്ട് എന്താണ് ഈ പറയുന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. +2 നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് പഠിക്കുമ്പോൾ ഇതൊക്കെ പേരിനൊന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ ക്ലാസ് അറ്റൻഡ് എല്ലാവർക്കും അറിയാലോ. ജസ്റ്റ് നിങ്ങൾ എന്തിനു വേണ്ടിയാ? ഒരു പേരിന് വേണ്ടിയാ. ഇത് ഇങ്ങനെയൊക്കെയാണെന്നല്ല മനസ്സിലാക്കിയിട്ടുള്ളൂ. ആണോ അല്ലയോ? ഇതിന്റെ മീനിങ് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതൊക്കെ എഴുതുമ്പോൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ? എനി വൺ ഓഫ് യു? ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ജോസഫേ ആലോചിച്ചിട്ടുണ്ടോ? ജോസഫിനെ കുറെ വിളിക്കാൻ തുടങ്ങിയിട്ട്. റോജി ബെന്നി ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? എന്താ ഇത് അർത്ഥാക്കണം എന്നുള്ളത് തിങ്ക് ചെയ്തിട്ടുണ്ടോ? അവിടെ പഠിക്കുമ്പോ +2 പഠിച്ചപ്പോ. റോജി ഞാൻ പറഞ്ഞു മനസ്സിലായോ? r -1 to 1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലെന്ന് എന്റെ അഭിപ്രായത്തിൽ ആരും തിങ്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ, തിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. അപ്പൊ പക്ഷേ നമുക്ക് ഇവിടെ എൻട്രൻസിൽ വരുമ്പോ ദീസ് ആർ ഓൾ വെരി വെരി ഇമ്പോർട്ടന്റ്. കാര്യം പ്രോബ്ലം ചെയ്യുമ്പോഴും പല കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കിയാലേ ഉള്ളൂ പലതും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്നത് പിന്നെയും ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ എഴുതിയിരിക്കുന്നത് എന്താ? r -1 to 1 എന്താ എഴുതിയിരിക്കുന്നത്? r മൈനസ് എന്താ എടുക്കുന്നത്? സെക്ഷൻ ഔട്ട്. അപ്പൊ r -1 to 1 അർത്ഥം എന്താ? r -1 to 1 അർത്ഥം എന്താ പറയാവോ? ആർക്കാ പറയാൻ പറ്റുക? Who can tell? Ruben, can you tell r -1 to 1 അർത്ഥം എന്താ? പെട്ടെന്ന് ആയിക്കോട്ടെ. ഇതിന്റെ അർത്ഥം എന്താണ്? r -1 to 1 അർത്ഥം എന്താ? ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഏതൊക്കെ നമ്പർ പോകും പറ, മനസ്സിലാക്കണം. -∞ തൊട്ട് ∞ വരെ അല്ലേ? ഇവിടെ ആര് കിടപ്പുണ്ട്? -1, ഇവിടെ 1 കിടപ്പുണ്ട്. അപ്പൊ ആരൊക്കെ എടുത്തിട്ടുണ്ട് പറ? എവിടെ തൊട്ട് എവിടെ വരെ എടുത്തിട്ടുണ്ട്? സത്യത്തില് ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. -∞ തൊട്ട് -1 വരെ, ∞ ഓപ്പൺ, -1 എടുത്തു ക്ലോസ്ഡ്, യൂണിയൻ
1 to infinity. ഇങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരിക്കണം. ഈ എഴുതിയിരിക്കുന്ന ഒന്നാ തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക, ആലോചിച്ച് നോക്കുക. വെരി വെരി ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ആലോചിക്കാൻ പഠിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ എടുത്തു പറയുന്നത്. അല്ലാതെ എനിക്ക് ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് പോയി ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചാൽ മതി. ചെയ്യാം, കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ലിമിറ്റ്സ് എടുത്ത പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കുക. എന്താ r -1 to 1 എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിരിക്കുന്ന ആലോചിച്ചു. എവിടെ നോട്ടാ -∞ തൊട്ട് -1 വരെ. ഇതിനകത്ത് ഓപ്പൺ എന്ന് പറയുമ്പോൾ ആരും എടുത്തിട്ടില്ല, -1 ഒന്നും എടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഇതെടുത്തു. ഇത്രയും സാധനങ്ങളെ എടുക്കാത്തതാണ് ഈ പറയുന്ന കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ. കിട്ടിയോ എല്ലാവർക്കും? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്, -∞ തൊട്ട് -1 വരെ യൂണിയൻ, പിന്നെ ഇവിടം തൊട്ട് ഇവിടം വരെ ഒന്നുകൂടി ഇൻഫിനിറ്റ്. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ് ആർ ക്ലിയർ ടു യു? മനസ്സിലാക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ കൊസീക് ഇൻവേഴ്സ് എക്സിന് എന്ന് പറയുമ്പോഴും എന്തിനാ കൊസീക് ഇൻവേഴ്സ് എക്സിന് പറയുമ്പോൾ എന്തിനാ അതിന്റെ സീക് ഇൻവേഴ്സ് എക്സിന്റെയും രണ്ടിടത്തെയും നിങ്ങൾ നോക്കിയാൽ മതി. ഇത് രണ്ട് ഡൊമൈൻ ഒരുപോലെ, ഈ രണ്ടിടത്തിന്റെ ഡൊമൈൻ ഒരേപോലെ, ഈ രണ്ടിടത്തിന്റെ ഡൊമൈൻ ഒരുപോലെ. അതുകൊണ്ട് ഒരു റിസൾട്ട് ഞാൻ പഠിപ്പിക്കുന്നു. സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും കൂട്ടിയാൽ എത്രയാണെന്ന് ലിയോൺ പറയാവോ? റിസൾട്ട് ആണ്, പഠിക്കുന്നതാണ്. സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും കൂട്ടിയാൽ എന്തായിരിക്കും റിസൾട്ട്? പറയാവോ ലിയോൺ? ആർ യു ദേർ ഇൻ ദി ക്ലാസ്? ലിയോൺ ജോഷി, മെഡിക്കൻ, വെരി ഗുഡ്. അത് ഓൾറെഡി ഈസ് ദേർ ഓൺ ദി റിസൾട്ട്. എവിടെ കിടപ്പുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഫോർമുല 5 എന്ന് പറയുന്നത് 1 ഫ്രക്ഷൻ ആണ്. വെരി ഗുഡ്. ഇത് രണ്ടും കൂട്ടുമ്പോൾ π/2 റിസൾട്ട് പഠിച്ചിരിക്കണം. അതേപോലെ ടാൻ ഇൻവേഴ്സ് എക്സും അതേപോലെ ആരാ കോട്ട് ഇൻവേഴ്സ് എക്സും കൂട്ടുമ്പോൾ π/2 കണ്ടോ? പിന്നെ അതുപോലെ റിസൾട്ട് ആണ് കൊസീക് ഇൻവേഴ്സ് എക്സും പിന്നെന്താ സീക് ഇൻവേഴ്സ് എക്സും കൂട്ടിയാൽ ആൻസർ π/2. ഒരു ഫോർമുല നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു. ഇതൊരു ഫോർമുലയാണ്, ഇത് പഠിച്ചിരിക്കണം. മനസ്സിലായോ? ഡൊമൈൻ ഒരേപോലെയുള്ള രണ്ട് സാധനങ്ങൾ ആഡ് ചെയ്യും. അപ്പൊ ഇവിടെ രണ്ടിടത്തും എക്സിന് വരാവുന്ന വാല്യൂ ഇതാണ്. ഇവിടെ രണ്ടിടത്ത് എക്സിന് വരാവുന്ന വാല്യൂ റിയൽ നമ്പർ ആണ്. ഇവിടെ രണ്ടിടത്ത് എക്സിന് ഒരേ വാല്യൂ. ഇത് തന്നെ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഇതോടെ പറഞ്ഞ് നിർത്തുവാണ് ഈ കാര്യം. ഇനി ഇതിന്റെ റേഞ്ചോടെ എനിക്ക് പറയണം. അപ്പൊ റേഞ്ച് പറയുമ്പോൾ r -1 to 1 എന്ന് പറഞ്ഞു ഡൊമൈൻ. റേഞ്ച് എന്താ? ഇത് തന്നെ. കൊസീക് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് എവിടെ വരെയാ? -π/2 തൊട്ട് +π/2 വരെ. പക്ഷെ അതിനകത്തുനിന്ന് ഏത് വില വരാൻ പാടില്ല, ഉത്തരവായിട്ട് ഏത് വില വരത്തില്ല, 0 വരത്തില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈസ് ആർ ക്ലിയർ ടു യു? -π/2 തൊട്ട് എവിടെ വരെയാ? -π/2 തൊട്ട് എവിടെ വരെയാ? +π/2 വരെ. അതിനകത്ത് ആരില്ല, 0 ഇല്ല. പിന്നെ ഇവിടെയോ ഈ പറഞ്ഞ കോസ് ഇൻവേഴ്സിന്റെ പോലെ തന്നെ സീക് ഇൻവേഴ്സ് എവിടെ തൊട്ട് എവിടെ വരെ? 0 തൊട്ട് π വരെ. അതിനകത്ത് ആരില്ല, π/2 എന്ന് പറയുന്ന വിലയില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ബുക്ക് മെറ്റീരിയലിനകത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ. എങ്ങനെ കൊടുത്തിരിക്കണേ? ഈ കിടക്കുന്നതിനെ വേറെ രീതിയിലും ഈ കിടക്കുന്നതിനെ ഇങ്ങനെ എഴുതാൻ പഠിച്ചതുപോലെ തന്നെ ഇതും അതുപോലെ എഴുതാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, മനസ്സിലാക്കുകയും വേണം. അങ്ങനെ തിങ്ക് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരും. ഈസ് ദാറ്റ് ക്ലിയർ? അതായത് ഈ കിടക്കുന്ന -π/2 തൊട്ട് എവിടെ വരെ? അതെ, +π/2 കിടക്കുന്നു. അതിനിടയ്ക്ക് 0 കിടക്കുന്നു. ഇതിന്റെ അർത്ഥം ഇവിടെ തൊട്ട് ഇവിടം വരെ എടുത്തു, പക്ഷെ ആരെടുത്തില്ല? ഇത് എടുത്തിട്ടില്ല എങ്കിൽ എനിക്ക് ഇതിന് ഇങ്ങനെ എഴുതാം, -π/2 തൊട്ട് 0 വരെ. -π/2 ക്ലോസ്ഡ്, 0 ഓപ്പൺ. കാണാം, 0 ഓപ്പൺ. മനസ്സിലായോ? പിന്നെ യൂണിയൻ എവിടെ തൊട്ട് എവിടെ വരെ? ഇവിടെ തൊട്ട് ഇവിടെ വരെ. 0 തൊട്ട് π/2 ക്ലോസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ എഴുതിയിരിക്കുന്നത് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് ആർ ക്ലിയർ? ഇത്രയും കാര്യം മനസ്സിലായോ എല്ലാവർക്കും? സീക് ഇൻവേഴ്സ് എക്സും ഓർത്ത് വെക്കുക. ഇസ് ദാറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഐ നീഡ് ആൻ എസ് ഫോർ എവരിവൺ. എല്ലാവർക്കും മനസ്സിലായോ? റൂമിന് ഡൗട്ട് ഉണ്ടോ? റൂബ നോട്ട്സ് നടക്കുന്നു. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും കിട്ടിയെങ്കിൽ ഐ നീഡ് ആൻ എസ് എന്നായിരുന്നു. എസ് വേണം. ഇതെല്ലാം സ്റ്റേറ്റ്സിൽ അല്ലേ? ജോസഫ് ബെന്നി മരിയ ഒന്നുമില്ലല്ലോ. റീസൊക്കെ ക്ലാസ്, റീസ ഉണ്ടല്ലോ ക്ലാസ്. റീസൊക്കെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. റീസ ചുമ്മാ ക്ലാസ് അറ്റൻഡ് ചെയ്ത കാര്യമൊന്നുമില്ല. നിക്കിത മാത്യു ഇസ് ദ നിക്കിത ആര്യനന്ദ ഇബിൻ ബിനു സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ഇത് മനസ്സിലാക്കുക, ക്ലിയർ ആക്കി എടുക്കുക. നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. ഞാൻ പറയാൻ പോകുന്ന റിസൾട്ട് പഠിക്കാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബോക്സ് ആൻഡ് വെരി ഇമ്പോർട്ടന്റ്. ജസ്റ്റ് ഐ എം റബ്ബിംഗ് ദിസ് സെക്ഷൻ ഔട്ട്. ഇത്രയും തൂത്ത് കളയുന്നു.
നോക്കാം. ഇനി ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യം കൂടി അറിയാം, നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുകയാണ്. പ്രിൻസിപ്പൽ വാല്യൂസ് വെച്ച് അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് എക്സസൈസ് ലെവൽ 1 ലെവൽ 2, അതായത് ഫസ്റ്റ് ലെവൽ 1 ലെവൽ 2ലും ബേസിക്കലി എന്ത് വാല്യൂ ബേസ് ചെയ്താ, പ്രിൻസിപ്പൽ വാല്യൂ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് കിടക്കുക. പ്രിൻസിപ്പൽ വാല്യൂസ് ബേസ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട വിലകൾ ഓർമ്മയുണ്ടായിരിക്കും. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രികൾക്ക്, അതായത് ഇത് ഡിഗ്രി പറഞ്ഞു, അതേപോലെ തന്നെ എവിടെയാ റേഡിയനി പറയുന്നത് 0, 30 ഡിഗ്രിക്ക് എങ്ങനെയാ പറയുന്നത് π/6 എന്നും, 45 ഡിഗ്രി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ π/4 ആണെന്നും, 60ക്ക് പറയുന്ന പേര് എത്രയാ π/3 ആണെന്നും, 90 എങ്ങനെ പറഞ്ഞു 90 എങ്ങനെ പറഞ്ഞു 90 എങ്ങനെയാ π/2. ഇതിനകത്ത് ആരുടെ വിലയാ, സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും വാല്യൂസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ ഇല്ലേ? ഒന്ന് പറയാം പെട്ടെന്ന്, ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ആർക്ക് പറയാം, പെട്ടെന്ന് ആയിക്കോട്ടെ, ആർക്ക് പറയാം, അൻസ ജോയ് പറഞ്ഞു പെട്ടെന്ന് ആയിക്കോട്ടെ, എന്റെ വാല്യൂ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, ഇതൊക്കെ ബേസിക് ആണ്, പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ പറ. ഇവിടെ എത്രയാ സൈൻ 0, പെട്ടെന്ന് ആയിക്കോട്ടെ 0, ഇതെത്രയാ 1/2. വെരി ഗുഡ്, പറഞ്ഞു വെരി ഗുഡ്, പെട്ടെന്ന് ആയിക്കോട്ടെ അൻസ പറഞ്ഞു. ആ വെരി ഗുഡ്, പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. വെരി ഗുഡ്. വലിയ കാര്യമില്ല, എല്ലാവർക്കും അറിയാം കേട്ടോ, ഒരു പറഞ്ഞ ഓക്കെ, സമയം കളയുന്നില്ല, എല്ലാവർക്കും അറിയാം. തിരിച്ചെഴുതും 1 മൈക്ക് ഓഫ് √3/2 1/√2 1/2 0 0 ഇത് 1/√3 ഇത് 1 ഇത് √3 ആൻഡ് ദിസ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇതാണ് നമ്മുടെ ആറുടെ വാല്യൂ. ഈ കിടക്കുന്ന സൈനിന്റെയും കോസിന്റെയും വാല്യൂസ് ഓരോ വാല്യൂ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിൻസിപ്പൽ വാല്യൂ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സാമിന് ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയായിരിക്കും. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് ചോദിച്ചാൽ സൈനിന്റെ ഏത് ആംഗിളാണ് 1/2 നോക്കുമ്പോൾ ആൻസർ π/6 ആണെന്നും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്, നമ്മൾ കിട്ടിയ π/6 എന്ന് പറയുന്നവൻ സൈൻ ഇൻവേഴ്സ് x എന്ന് പറയുന്നവന്റെ റേഞ്ചിനോട് അകത്താണോ കിടക്കുന്നത് എന്നുള്ളത് കൂടി നോക്കുക എന്നുള്ള വലിയൊരു വസ്തുതയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, സൈൻ ഇൻവേഴ്സ് 1/2 നിങ്ങൾ പറഞ്ഞത് എത്ര പറഞ്ഞു, സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ സൈനിന്റെ ഏത് ആംഗിളാണ് 1/2 കാണിക്കുന്നത്, അത് എത്രയാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അത് π/6 ആണ് പറയും. പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾക്ക് കിട്ടിയ ഉത്തരം ഉറപ്പായിട്ടും നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓൾറെഡി, അതായത് നേരത്തെ എഴുതിയ റേഞ്ച്, അതിനെ പറയുന്ന പേര് പ്രിൻസിപ്പൽ വാല്യൂ എന്നാണ്, ബ്രാഞ്ച് ആ ഒരു റേഞ്ചിന് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് നേരത്തെ എഴുതിയ റേഞ്ചുകളില്ലേ ഓരോന്നിന്റെയും. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ നമ്മൾ എഴുതി, കോസ് ഇൻവേഴ്സ് എക്സിനെ എഴുതി, ഓരോത്തിന്റെ നമ്മൾ റേഞ്ചുകൾ എഴുതിയത്, അതിന് പറയുന്ന പേര് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, ഒരു ബ്രാഞ്ചാണ്. അത് എങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അത് ചരിത്രമാണ്, കുറെ കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു, അത് വിട്ടേക്കുക. അപ്പം ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഈ പറഞ്ഞ കാര്യം കണ്ടോ എഴുതി, അത് ഉറപ്പായി ഏതിനകത്താ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഡിഗ്രി റേഡിയൻ മനസ്സിലാക്കാവുന്ന ഡിഗ്രി പറയാം. -90 ഡിഗ്രിക്കും +90 ഡിഗ്രിക്കും ഇടയ്ക്കാണ് ആര് കിടക്കുന്നത്, 30 ഡിഗ്രി കിടക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്, ഇത്രയുള്ള കാര്യം, കൂടുതലൊന്നും ഇല്ലല്ലോ. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു ഐ നീഡ് എസ് ഫ്രം ഓൾ ഓഫ് യു. എല്ലാവരും എസ് ഇട്ടേ, മെസ്സേജ് ഇട്ടേ. Yeah, Ruben, yes or okay, anything, yeah good yes ഇത്രയും പേരുള്ള ബാക്കിയുള്ള ആൾക്കാർ മുക്കി പോയോ? യെസ് ഗുഡ്. അപ്പോൾ ഇനി നോക്കിക്കുക, അപ്പൊ ഇനിയും പഠിച്ചു വെക്കേണ്ടത് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് കുറെ സെറ്റ് ഓഫ് ഇക്വേഷൻസ് പഠിച്ചേക്കാം. ആ ഇക്വേഷൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്രോപ്പർട്ടി 4ഉം 5ഉം അങ്ങനെ 5ാമത്തതും അങ്ങനെ കുറെ ഇക്വേഷൻസ് അതിനകത്ത് കിടപ്പുണ്ട്, പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനായും പറ്റുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം കൂടി ഓർമ്മയുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം, അല്ലെങ്കിൽ സമയം വെറുതെ പോകും ബേസിക്സ് എടുത്തിട്ട്. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗോയിങ് ടു ലെവൽ 1 തന്നെ ചെയ്യാം. ചാടിക്ക് ലെവൽ 2 ചെയ്യണമെന്നില്ല, പക്ഷെ ലെവൽ 2 വലിയ പാടൊന്നും ഇല്ല, ക്വസ്റ്റ്യൻസ് ഒന്നും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ കുറച്ച് കാര്യം മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ ഓരോ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അവിടെ ഡിസ്കസ് ചെയ്യാം. ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 1. I think we can read out. Teresa Kuriakos. Teresa പിടിക്കാൻ കുറേ നാളായി. Teresa മൈക്ക് ഓൺ ചെയ്തേ. Teresa'ക്ക് മൈക്ക് ഓൺ ആക്കാൻ ഭയങ്കര മടിയാണോ Teresa Kuriakos? Teresa'ക്ക് ഇവിടെ നെറ്റ്വർക്ക് ഉണ്ടെന്ന്, Teresa ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് എല്ലാം എനിക്ക് ഇവിടെ കാണാം. ഫേസ് മാത്രം കാണാൻ വേണമെന്നുള്ളൂ. Teresa മൈക്ക് ഓൺ ആക്കാൻ വേണം. Teresa'ക്ക് എന്ത് പറ്റി?
എന്താണ് ദിവസം മടിയാണോ വാങ്ങിക്കോളാക്കാൻ? ഇത് പറ്റി വാട്ട് ഹാപ്പൻഡ്? ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തന്നെ എഴുതിയാൽ പോരെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഇതാണ് പ്രശ്നം. നിങ്ങൾ മറുപടി പറയുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ടീച്ചറൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ വന്നിട്ട് മറുപടി പറഞ്ഞാല് ഭയങ്കര വിഷമായി പോകും, ബുദ്ധിമുട്ടായി പോകും. ഓക്കെ, അപ്പൊ ആരെ പിടിക്കാം വേറെ? സാൻഡ്ര പറഞ്ഞേ. സാൻഡ്ര ചാൾസ്. സാൻഡ്ര, ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ഔട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Sec inverse of sec of minus 30. ആൻസർ പറയാൻ പറ്റുമോ സാൻഡ്രയ്ക്ക്? ആൻസർ പറയാവോ? പറയാവോ? 30 തന്നെയാണ് ആൻസർ. അതിന് 30 എന്ന് പറയാൻ കാര്യം മൈനസ് 30 ഇല്ലേ? വെരി ഗുഡ് സാൻഡ്ര, വെരി ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. അതായത് മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയാൻ പോണ ഓരോ ക്വസ്റ്റിനെയും പല പുതിയ അറിയാൻ മേലാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും അറിയാലോ. ട്രിഗ്നോമെട്രി, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രിഗ്നോമെട്രി കുറെ സാധനങ്ങൾ വരും എന്നുള്ള കാര്യം സംശയം വേണ്ട, അറിയാലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ഔട്ട് ഓർമ്മയുണ്ടായിരിക്കും. ട്രിഗ്നോമെട്രിക്കകത്ത് ഞാൻ ഇവിടെ എഴുതുന്ന ശ്രദ്ധിച്ചോണം, നിങ്ങൾ എഴുതിക്കോണം. ട്രിഗ്നോമെട്രിക്കകത്ത് സൈനകത്ത് നെഗറ്റീവ് വന്നാല്, കൊസീക്കിനകത്ത് നെഗറ്റീവ് വന്നാല് ഇൻവേഴ്സ് അല്ല, ട്രിഗ്നോമെട്രി ആണ്. അപ്പം പിന്നെ ആരാ? ടാനിനകത്ത് ടാനിനകത്ത് നെഗറ്റീവ് വന്നാല്, കോട്ടിനകത്ത് നെഗറ്റീവ് വന്നാല് എന്താ പഠിച്ചിരിക്കുന്നത്? ഇവിടെ എല്ലാം മൈനസ് പോകത്തില്ല, മൈനസ് ഫ്രണ്ടിലോട്ട് വരുമെന്ന് പഠിച്ചിട്ടുണ്ട്. യെസ് ഓർ നോ? നിങ്ങൾ അറിയാനിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അറിയാൻ മേലാത്ത ആൾക്കാരെ മനസ്സിലാക്കുക. മൈനസ് കോട്ടക്സ് ഇതിനെല്ലാം മൈനസ് നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്തിരുന്നു. പക്ഷെ ഈ രണ്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് ഏതൊക്കെയാ? കോസിനകത്ത് നെഗറ്റീവ് വരുമ്പോഴും സീക്കിനകത്ത് നെഗറ്റീവ് വരുമ്പോഴും ഞാൻ മൈനസ് എന്ന് പറയുന്നതിന് വാനിഷ് ആയി പോകും, എവിടെയോ മാഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഫംഗ്ഷനുകൾക്ക് പറയുന്ന പേര് ഈവൻ ഫംഗ്ഷൻ ആണെന്നും ഈ കിടക്കുന്നവന് പറയുന്ന പേര് ഓഡ് ഫംഗ്ഷൻ. ഞാൻ പല കാര്യങ്ങളും ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരും. അതെല്ലാം പല പല ചാപ്റ്ററുകൾ വരുന്നതായിരിക്കും. അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, ബിക്കോസ് അതെല്ലാം ഓരോ ചാപ്റ്ററിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് ഈവൻ ഫംഗ്ഷൻ, ഇത് ഓഡ് ഫംഗ്ഷൻ. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കി കാണും. നോക്കിക്കോ എല്ലാവരും, ഇവിടെ സീക്കിനകത്ത് നെഗറ്റീവ് വന്നാൽ മൈനസ് പോകും. അതുകൊണ്ട് സാൻഡ്ര പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് ഓഫ് എന്ത് 30 മൈനസ് 30 എന്ന് പറഞ്ഞാൽ എന്ത് 30 എന്ന് എനിക്ക് പറയേണ്ടി വരും? സീക്ക് 30 എന്ന് പറയേണ്ടി വരും, മൈനസ് പോകും. അങ്ങനെ ഈ കിടക്കുന്ന സ്റ്റെപ്പിനെ എനിക്ക് സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് 30 ഡിഗ്രി എന്ന് പറയാം. ഇനി മനസ്സിലാക്കേണ്ട റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി നിങ്ങൾ സെറ്റ് ഓഫ് ഇക്വേഷൻ അത് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അവിടെ കിടപ്പുണ്ട് റിസൾട്ട്. അതായത് റിസൾട്ട് ഇതാണ്: സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ചോദിച്ചാൽ ഉത്തരം എക്സ്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ്, ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മെമ്മറൈസ് ചെയ്തെടുക്കുക. അതായത് ഒരു ട്രിഗ്നോമെട്രിയും അതിന്റെ ഇൻവേഴ്സുമാണ് കൂടെ കിടക്കുന്നെങ്കിൽ അതിന് ഉത്തരം എക്സ് ആയിരിക്കും. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എക്സ് ആണ്. അതേപോലെ എന്താ ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താ എക്സ് ടാൻ എക്സും എക്സ് ആയിരിക്കും. പക്ഷേ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്. എന്താ? ഇവിടെ എക്സിന്റെ വാല്യൂ കിടക്കുന്നത് കണ്ടില്ലേ? ഇതെല്ലാം നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് ഉള്ളിലായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇത് വെച്ച് ഉറപ്പായിട്ടും എൻട്രൻസിന് ചോദ്യം ഉണ്ടാകും എന്നുള്ള കാര്യം കീമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ബേസ് ചെയ്ത ചോദ്യങ്ങൾ മനസ്സിലാക്കുക ഞാൻ എന്താ എഴുതി വെച്ചെന്നുള്ളത്. ഈസ് ദാറ്റ് ക്ലിയർ ടു യു എവരിവൺ? അതുകൊണ്ട് തന്നെ പറയാം, സീക്ക് ഇൻവേഴ്സ് ഓഫ് എത്ര എക്സ് സീക്ക് എക്സ് ചോദിച്ചാലും ഉത്തരം ധൈര്യത്തോടെ പറയാം, എന്താണ്? എക്സ് ആണ്. പക്ഷെ എക്സിന്റെ വാല്യൂ എടുക്കുന്ന എവിടെയാ? സീക്കിന്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെയാ? സീക്കിന്റെ റേഞ്ച് എവിടെ? സീക്ക് ഇൻവേഴ്സിന്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെയാ? സീക്ക് ഇൻവേഴ്സിന്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെയാ? കുട്ടികളെ പഠിച്ചിട്ട് ഓർമ്മയില്ലേ? 0 തൊട്ട് പൈ വരെ. അതിനകത്ത് ആരില്ല, π/2 ഇല്ല എന്ന് മാത്രം. ഈസ് ദാറ്റ് ക്ലിയർ? അതുകൊണ്ട് തന്നെ സീക്ക് ഇൻവേഴ്സ് സീക്ക് 30 എന്ന് പറയുമ്പോൾ ഉത്തരം 30 ഡിഗ്രി. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പറയാൻ കാര്യം, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും പല പല കാര്യങ്ങൾ മിക്സപ്പ് ചെയ്യും. അപ്പൊ അതിനകത്ത് ചിലർക്ക് അറിയാവുന്നവർ കാണും, അറിയാൻ മേലാത്ത ആൾക്കാർ കാണും. പക്ഷെ എല്ലാവർക്കും അത് ക്ലിയർ ആയി പോണം, ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് 30 കണ്ടോ? ടാൻ ഇൻവേഴ്സിനകത്ത് അതിന് വന്നാൽ ഉത്തരം അത് തന്നെ, എന്താണ് ആ കിടക്കുന്ന വാല്യൂ. അപ്പൊ ആൻസർ 30 എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ആൻസർ. മനസ്സിലാക്കുക. അപ്പൊ നോക്കേണ്ട കാര്യം 30 ഡിഗ്രി കറക്റ്റ് ആവുമോ? കാര്യം നമ്മുടെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെയാ? 0 to π. എന്നാൽ 0 തൊട്ട് 180 വരെ. 0 180 ഇടയ്ക്കാണല്ലോ നമ്മുടെ ആര് കിടക്കുന്നത്? 30 കിടക്കുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? ഈസ് ദാറ്റ് ക്ലിയർ ടു യു ഓൾ ഓഫ് യു? യെസ് ഓർ നോ? ശരിയാണ് കുട്ടികളെ?
Is that clear? Then I need a yeah, Mirin, everyone. Ruben. Ruben, everyone. ബാക്കി എല്ലാവരും മെസ്സേജ് ചെയ്തേ. Okay. Answer Sandra. Okay, good. Okay, ഇനി അടുത്ത് going to the second question. Second question കിടക്കുന്നത് ഇനി എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാൻ, സമയം വെറുതെ കളയണ്ട ക്വസ്റ്റ്യൻസിലേക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2, cos inverse of 1/2 plus cos inverse of 1/2 plus 2 sin inverse of 1/2. 2 sin inverse of 1/2 ഇതാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഈക്വൽ ടു പറയാൻ എല്ലാവർക്കും അറിയാം, ഞാൻ ചെയ്ത് പെട്ടെന്ന് പോകുന്നു, സമയം കളയുന്നില്ല. cos inverse 1/2 എന്ന് പറഞ്ഞ ഒരു ആൻസർ ഉണ്ട്. cos 1/2 എന്ന് ഇതാണ്, ആംഗിൾ എത്രയാണ് നിങ്ങൾക്ക് പറയാം, ഇതിന്റെ ഉത്തരം π/3 ആണെന്ന്. പ്ലസ് 2 ഇൻറ്റു sin inverse 1/2 എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. sin 1/2 എന്ന് പറയുന്ന വാല്യൂ ഇതേ കിടക്കുന്നു, അത് ഏത് ആംഗിളാ, 80 ഡിഗ്രി. അപ്പൊ ഇവിടെ എന്ത് പറയാൻ പറ്റും, π/6. അപ്പോ സോറി π/6. അപ്പൊ 2 ഇത് വെട്ടിക്കളഞ്ഞ ഇവിടെ 3 കിട്ടി. അപ്പോൾ π/3 പ്ലസ് π/3 അതിൽ 3 തന്നെ കിടപ്പുണ്ട്. π പ്ലസ് π എന്ത് പയ്യാ, 2π/3 is the final answer. Which is the answer for that? 2π/3 ഇല്ലേ ഉണ്ടല്ലോ. The answer is D. മനസ്സിലായി? എന്നെക്കാളും മുമ്പ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം വസ്തുതയാണ്. റൈറ്റ്? യെസ് ഓർ നോ? എന്നെക്കാളും മുമ്പ് നിങ്ങൾ ചെയ്താണ് ആരെങ്കിലും? വലിയ പാടൊന്നുമില്ലല്ലോ. പാട് തോന്നുന്നുണ്ടോ? ഉണ്ടോ കുട്ടികളെ? ബുദ്ധിമുട്ടുണ്ടോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ? വളരെ എളുപ്പമല്ലേ? യെസ് ഓർ നോ? ശരിയല്ലേ? യെസ്. ഓക്കെ ജുജു. ഓക്കെ, going to the third question നോക്കിക്കേ. Going to the third question here. Question number 3. I am rubbing out. എഴുതി എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, question number 3 ലേക്ക് ഞാൻ പോവാണ്. എഴുതി എടുത്തോണം. question number 3. ആൻസർ ആർക്കെങ്കിലും പറയാമോ? Any one of you speaker ധൈര്യത്തോടെ ഉത്തരം പറഞ്ഞേ. Any one of you can tell the answer. question number 3. ആൻസർ നോക്കരുതേ, നിങ്ങൾക്ക് ബുക്കിനകത്ത് ആൻസർ കിടപ്പുണ്ട്. 3 ആൻസർ. എബ്രഹാമിന് പറയാമോ? എബ്രഹാം സി ബേബി, എബ്രഹാമേ പറഞ്ഞേ. question number 3 യുടെ ആൻസർ. question number 3. ഇല്ലേ അതാണല്ലോ. അപ്പൊ ആൻസർ ഒന്ന് പറഞ്ഞാ പറയാമോ? 3 യുടെ ആൻസർ. വേറെ ആർക്കെങ്കിലും ഉത്തരം പറയാം? ഇനി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഓപ്ഷൻ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞു ധൈര്യത്തോടെ. ആരുമില്ലേ? റൂബൻ, വെരി ഗുഡ്. റൂബൻ പറഞ്ഞു 1 ആണ്. വെരി ഗുഡ്. റൂബൻ മാത്രമേ 1 എന്ന് പറഞ്ഞുള്ളൂ, ബാക്കി ആരും 1 പറഞ്ഞില്ല. എല്ലാരും 1 എന്ന് പറയണം. അത് പെട്ടെന്നാ കാര്യം. അത് അങ്ങനെ ചെയ്യണമെന്നില്ല എബ്രാമേ. നോ നീഡ് ഫോർ ദാറ്റ്. നീ പറഞ്ഞ ലോജിക്ക് പോലെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കാണുമ്പോ വലിയ സാധനമാണെന്ന് തോന്നുന്നു, ഒന്നുമില്ല. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്നാണ് കിടക്കുന്നത്. ആണോ അല്ലയോ? ആണോ? അപ്പം സൈനിന്റെ 1/2 എന്ന് പറയുന്ന വാല്യൂ ഇതാണെന്നും നിങ്ങൾക്കറിയാം. പക്ഷെ നോ നീഡ് ടു ദാറ്റ്. അങ്ങനെ വേണ്ട. ഞാൻ റൂബൻ ചെയ്തത് ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നേരത്തെ പറഞ്ഞു എത്രയാന്ന് പറഞ്ഞായിരുന്നു, π/2. എൻട്രൻസ് ഇസ് നീഡഡ്. എൻട്രൻസ് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കണം. റൂബൻ, നീ ഇങ്ങനെയാണോ തിങ്ക് ചെയ്തത്? റൂബൻ ആൻഡ് സൂര്യഭാമ, ഇവർ രണ്ടും ഉത്തരം കിട്ടിയിട്ടുള്ളൂ. റൂബൻ ജസ്റ്റ് സ്പീക്ക് ഔട്ട്. മൈക്ക് ഓൺ ചെയ്ത് ഇങ്ങനെയാണോ തിങ്ക് ചെയ്തത്? സത്യസന്ധമായി പറയടാ റൂബൻ. ഇല്ലേ? ഈ പേര് വിളിക്കുമ്പോ കേൾക്കുന്നില്ല. നിങ്ങള് കേൾക്കുന്നില്ല? പെട്ടായി പോയോ? റൂബിൻ ഇങ്ങനെയാണോ തിങ്ക് ചെയ്തത്? യെസ്. എനിവേ, നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് പെട്ടെന്ന് പറയാതെ. നിങ്ങൾക്ക് ബോർഡൊക്കെ ക്ലിയർ ആണോ? ഒന്നും പറയുന്നില്ലല്ലോ നിങ്ങള്. വാട്ട് ഹാപ്പൻഡ്? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ലിയോണേ, ജോസഫേ, റോൺ, പ്ലീസ്. ഓക്കെ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ അതുപോലെ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് ഉത്തരം കൂടി പറയുന്ന ഒന്നുകൂടെ സ്പോണ്ടേനിയസ് ആക്കി. കാര്യം നിങ്ങളുടെ മറുപടി ഇങ്ങനെ നിങ്ങൾക്ക് ഈ മെസ്സേജ് ചെയ്യുന്നേക്കാളും സന്തോഷമാണ് നിങ്ങൾ ഒരു മൈക്ക് ഓൺ ചെയ്ത് എസ് ആർന്നോ അല്ലെങ്കിൽ ഒരു ഉത്തരങ്ങൾ പറയുന്നത്. അതിന് മനസ്സിലാക്കുക. അതിനുവേണ്ടി ഞാൻ മൈക്ക് ഓൺ ചെയ്ത് അവസരം തരുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ അവസരം തരുന്നത്. അപ്പം പോലും നിങ്ങൾ മറുപടി പറയുന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി മാറും. അല്ലെങ്കിൽ നിങ്ങളുടെ അർത്ഥം നിങ്ങൾ ഒന്നെങ്കിൽ ഏതെങ്കിലും റോഡ് സൈഡിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടി വി ഹാളിൽ പോയി ടി വി നോക്കിക്കൊണ്ടിരിക്കുക, ടി വി കണ്ടുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ അവിടെ നിങ്ങൾ എങ്ങനെയാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഓരോ റൂമിൽ ഇരുന്നാണോ അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാളിൽ പോയി ക്വസ്റ്റ്യൻ നോക്കുന്നു, ആൻസർ ചെയ്യുന്നു, മൈക്ക് ഓൺ ഓഫ് ആക്കുമല്ലേ? ഐ ഡോണ്ട് നോ ഹൗ യു ആർ അറ്റൻഡിങ് ദ ക്ലാസ്, ബട്ട് മേക്ക് ഇറ്റ് സീരിയസ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക, അത് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ. അപ്പം
ഞാൻ പറഞ്ഞത് സൈൻ ഇൻവേഴ്സ് 1/2 കോസ് ഇൻവേഴ്സ് 1/2 ഉത്തരങ്ങൾ ഇവിടുന്ന് കണ്ടുപിടിക്കാം. പക്ഷെ അതിന് ആവശ്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് എന്തിൻവേഴ്സാ കോസ് ഇൻവേഴ്സ് എക്സ് കൂട്ടിയാൽ ഉത്തരം എന്താണ് π/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ത് π/2 എന്ന് വരും? സൈൻ π/2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരം 1 is good for സൂര്യ റൂബനും സൂര്യയും ഉത്തരം പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കിടക്കുന്നതെല്ലാം തന്നെ. ഓക്കെ ഓക്കെ അല്ലേ കുട്ടികളെ? യെസ് ഓർ നോ? അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 4 ഇനി എന്നെ ചെയ്യുന്നില്ല, ഞാൻ ക്വസ്റ്റ്യൻ പെട്ടെന്ന് സ്കിപ്പ് ആവുകയാണ്. അപ്പം സൈൻ π/2 ദ ആൻസർ ഈസ് സൈൻ π/2. എവിടെ ആൻസർ 1? എവിടെയാ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. തൂത്തോടെ ഇതെല്ലാം തൂക്കുകയാണ്. നോക്കാം. ഇനി ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അസൈൻമെന്റ് ഹോംവർക്ക് ഫോർ യു. എക്സാമ്പിൾ നമ്പർ 4 ഹോംവർക്ക് ആയിട്ട് എക്സാമ്പിൾ 4 തന്നെ ചെയ്യാം. എനിക്ക് ആൻസർ ചെയ്ത് തന്നാൽ ഇപ്പം ചെയ്യണമെന്നില്ല. എക്സാമ്പിൾ 4 ഹോംവർക്ക് തന്നെ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ നമ്പർ 4. ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോവാണ്. 4 തന്നെ ചെയ്യാതെ കാര്യമുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് വില ഇട്ട് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലേ? നിങ്ങൾക്ക് ഇതെല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ കുട്ടികളെ? ഉണ്ട്. ഓക്കെ ഗുഡ്. എങ്കിലും മറുപടി പറയാം, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താ? ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറഞ്ഞാൽ നാദ ഫാത്തിമ, വാട്ട് ഇസ് നാദ? ക്വസ്റ്റ്യൻ നമ്പർ 5 നാദ ചോദ്യം എന്താ? യാ കോസ് ഓഫ്, വെരി ഗുഡ്. കോസ് ഓഫ് sin inverse of minus 1/2. 1/2 ഗുഡ്. അപ്പം നാദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ നാദ? വാട്ട് ടു ഡു നെക്സ്റ്റ്? Sin of minus x എന്ന് പറയുന്നത്. ഓക്കെ ഗുഡ് ഗുഡ്. എല്ലാവർക്കും അറിയാം. വെരി ഗുഡ് വെരി ഗുഡ്. അതെ, അതായത് സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് മൈനസ് എക്സ് അല്ല. മൈക്ക് ഓഫ് ചെയ്തോളൂ. ഓക്കെ ഗുഡ്. മൈക്ക് ഓഫ് ചെയ്തോ മതി. അതായത് സൈൻ ഓഫ് മൈനസ് എക്സ് അല്ല, ഇത് സൈൻ ഇൻവേഴ്സിനകത്ത് കിടക്കണം. അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ എന്താ? സൈൻ ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാല്, കൊസീക് ഇൻവേഴ്സ് എക്സിനകത്ത് മൈനസ് വന്നാല്, ടാൻ ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാല്, ഈ മൂന്നെണ്ണത്തിനകത്ത് മൈനസ് വരുവാണെങ്കിൽ നമ്മൾ വെറും മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, ഇത് രണ്ട് വ്യത്യാസമുണ്ട്. ഇവിടെ ട്രിഗ്നോമെട്രി, ദിസ് ഇസ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. അപ്പൊ ഇവിടെ സൈൻ ഇൻവേഴ്സിനകത്ത് 1/2 ആയിരുന്നെങ്കിൽ പാടൊന്നുമില്ല. സൈൻ 1/2 ആണെങ്കിൽ സൈൻ 1/2 കിടന്ന് ഉത്തരം എഴുതി വെക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ കിടക്കുന്നേ. അപ്പോ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇത് എത്രയാണ്? മൈനസ് കൊസീക് ഇൻവേഴ്സ് എക്സ് ആൻഡ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. കണ്ടോ? ഈ മൂന്നിന് മൈനസ് വന്നാൽ മൈനസ് ഫ്രണ്ടിലോട്ട് വരും. പക്ഷേ ബാക്കി മൂന്നെണ്ണം ഓർക്കുന്നുണ്ടോ? ബാക്കി മൂന്നെണ്ണത്തിന് മൈനസ് വന്നാൽ കൊസീക് ഇൻവേഴ്സിനും പിന്നെ എത്രയാ സീക് ഇൻവേഴ്സിനും പിന്നെ എത്രയാ ടാൻ ഇൻവേഴ്സിനും മൈനസ് വന്നാൽ നമ്മൾ പഠിക്കുന്നത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്, പൈ മൈനസ് സീക് ഇൻവേഴ്സ് എക്സ് ആൻഡ് പൈ മൈനസ് ഐ എം സോറി, വൺ മിസ്റ്റേക്ക് ഇസ് ദിസ് ഇസ് നോട്ട് ടാൻ ഇൻവേഴ്സ്, ദിസ് ഇസ് കോട്ട് ഇൻവേഴ്സ്. എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ ഈ പറഞ്ഞ റിസൾട്ട് എല്ലാം? ഓർക്കുന്നുണ്ടോ? പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ളതല്ലേ? യെസ് ഓർ നോ? ഇല്ലേ? ഓൾറെഡി നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചു. യെസ്, അത് തന്നെ ഗുഡ്. അപ്പൊ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മൈനസ് 1/2 എന്ന് പറയുമ്പോ നോക്കിക്കേ, കോസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈന് മൈനസ് വന്നാൽ മൈനസ് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2 എങ്ങനെ എഴുതാം? മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം. ശ്രദ്ധിക്കുക, ഈ മൈനസ് വരുമ്പോ മൈനസ് മാറ്റാം. അങ്ങനെ വരുമ്പോൾ ഈ മൈനസ് എവിടെ പോകുമെന്ന് ചോദിച്ചാൽ കോസ് ഓഫ് എന്താ സൈൻ ഇൻവേഴ്സ് 1/2 നോക്കുമ്പോൾ സൈന്റെ 1/2 ഇതേ കിടക്കുന്നു. അതിന് ആൻസർ π/6 ആ. അപ്പൊ കോസ് ഓഫ് എന്ത് π/6 ആ? മൈനസ് π/6. ഇപ്പൊ ഇത് കോസ് ആണ്, ട്രിഗ്നോമെട്രിയാ. അപ്പൊ ട്രിഗ്നോമെട്രിക്കകത്ത് കോസിന് മൈനസ് വന്നാൽ മൈനസ് പോകുമെന്നാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോസ് ഓഫ് മൈനസ് π/6 എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് π/6 എന്ന് മൈനസ് പോയി. ഇനി പറയാൻ പാടുന്നില്ലല്ലോ. കോസ് π/6ന്റെ വാല്യൂ എത്രയാ? √3/2. എന്നെക്കാളും മുമ്പ് നിങ്ങൾ ഉത്തരം പറഞ്ഞ് നിങ്ങൾ ആൻസർ മെസ്സേജ് ചെയ്തോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നെക്കാളും മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതിന്റെ ആൻസർ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഇടാം. ഞാൻ നോക്കട്ടെ ആരാ ആദ്യം ഇടാന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതിനും പ്രശ്നമില്ല. അപ്പൊ ഓപ്ഷൻ ആൻസർ എത്രയാ? 5th ആൻസർ എത്രയാ? എ. ഓക്കെ, is that clear? Then I need us from everyone. എല്ലാവരും രസിട്ടെ. ഗ്ലോറിയ, ജോർജ് മാത്യു, റോജി വിന്നി, Hello Fatima, everyone. Amia, Toming. Yes, good.
Okay, good. അപ്പം going to the question number 6 ചെയ്യാം. Going to question number 6, rubbing out this thing. Going to question number 6. ആറാമത്തെ question number 6 ഇവിടെ എഴുതാം. Question number 6 എന്താ പറയുന്നത് ചോദിച്ചാൽ അതും ഇതുപോലെ സെയിം ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും ഇതുപോലെ പാടൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ പറഞ്ഞ നിയമം വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ 4ഉം 6ഉം ഹോംവർക്ക് ആണ്. Question 4 and 6 is homework. ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് തന്നെ ഞാൻ അസൈൻമെന്റിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യും. ഏതൊക്കെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്നുള്ള ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തായിരുന്നല്ലോ, അത് നിങ്ങൾ എനിക്ക് അയച്ചു തരണം, ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 and 6 ഡൗട്ട് ഇല്ല, കുഴപ്പമില്ലല്ലോ. ഇനി ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7 is something complicated. നിങ്ങൾ ചെയ്ത് കാണാൻ ചാൻസ് ഇല്ല. ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 പറയുമ്പോൾ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7, the question is, ഇതെല്ലാം നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് ഓൾറെഡി നിങ്ങളുടെ ബുക്കിനകത്ത് ഓൾറെഡി ഉണ്ട്. ഞാൻ ഇതെല്ലാം തൂക്കുകയാണ്. മൈനസ് മാറ്റാനുള്ള റിസൾട്ട് ഓരോന്ന് മനസ്സിലാക്കി എങ്ങനെ മൈനസ് മാറ്റാം, ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്തിരിക്കണം. ഇത് ട്രിഗണോമെട്രിക്കകത്ത് മൈനസ് എങ്ങനെ മാറുന്നു, ഇത് ഇവിടെ എഴുതിയത് ഇൻവേഴ്സിനകത്ത് എങ്ങനെ മൈനസ് മാറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് ഞാൻ പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7 കിടക്കുന്നത് ഞാൻ തന്നെ പറയാം, അല്ലെങ്കിൽ പറയാൻ സമയം എടുക്കും. കോസ് ഓഫ് 1/2 cos inverse of sin inverse of √63/8. ശരിയല്ല എഴുതിയിരിക്കുന്നത്? ശരിയാണോ എഴുതിയിരിക്കുന്നത്? yes or no? നിങ്ങൾ കാണുന്നില്ല, ശരിയാണോ എഴുതിയിരിക്കുന്നത് കുട്ടികളെ? ഉണ്ടോ? ഓ, പിന്നെ ഒരു കോസ് ഉണ്ടല്ലേ. ഓക്കെ, സോറി. കോസ് ഇൻവേഴ്സ് ഓഫ് നോക്കി ശരിയാണ്. ഓക്കെ, ശരി, കാണാൻ ഓക്കെ. എന്താ കോസ് ഇൻവേഴ്സ് ഓഫ്? ശരിയാ, കോസ് ഇൻവേഴ്സ് ഓഫ് എത്ര എടുക്കുന്നത്? കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് പിന്നെ ഉണ്ടോ? അയ്യോ, സൈൻ ഇൻവേഴ്സ് ഓഫ് ഇപ്പൊ കറക്റ്റ് ആയില്ലേ? √63/8 അല്ലേ? ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ ഇപ്പൊ എഴുതിയിരിക്കുന്നത്? കോസ് ഇൻവേഴ്സ് ഉണ്ട്, കോസ് ഉണ്ട്, സൈൻ ഇൻവേഴ്സ് ഉണ്ട്. ഇത് എങ്ങനെ ചെയ്യും? എനിവൺ ക്യാൻ ടെൽ ഹൗ ടു ഡു ദിസ് വൺ? എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയാവോ? എന്ത് ചെയ്യാൻ പറ്റും, ഹൗ ടു ഡു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതുവരെ ചെയ്യാൻ ചാൻസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എൻട്രൻസിനകത്ത് ഇതൊക്കെ പ്രധാനപ്പെട്ടതായിട്ട് വരാറുള്ളതാണ്. ഇങ്ങനത്തെ കുറെ അകത്തകത്ത് ഇങ്ങനെ കയറി കിടക്കുന്ന കുറെ ചോദ്യങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട പുറകെ സ്റ്റാർട്ട് ചെയ്യണം, അതായത് ഇവിടെ നിന്ന് പിടിക്കണം. അപ്പൊ നിങ്ങൾക്കറിയാം, നോക്കിക്കേ, ഇതിനകത്ത് റിസൾട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞായിരുന്നു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എത്രയാന്ന് പറഞ്ഞു? എക്സ് എന്ന് പറയുന്ന പോലെ തന്നെ തിരിച്ചും റിസൾട്ട് ഉണ്ട്. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സും എക്സ് ആണ്. മനസ്സിലാക്കാം, ഇവിടെ എക്സ് എന്ന് കാര്യം കിടക്കുന്നത് -90 ഡിഗ്രിക്കും +90 ഡിഗ്രിക്കും ഇടയ്ക്കാണ്. ഇവിടെ സൈന്റെ വാല്യൂ കിടക്കുന്ന എക്സ് എന്ന് പറയുന്നത് ട്രിഗണോമെട്രി ആയതുകൊണ്ട് എന്ത് റിയൽ നമ്പർ വേണേലും വരാമെന്നൊക്കെയുണ്ട്. അതായത് ഓർഡർ റിസൾട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സും വ്യത്യാസം മനസ്സിലായോ? ഇൻവേഴ്സിനാൽ ഇത് വന്നു തിരിച്ചു കിടന്നാലും ഇവിടെ കിടക്കുന്ന എന്താണോ അതങ്ങ് എഴുതാൻ പറ്റും എന്നുള്ളതാണ് റൂള്. ക്ലിയർ ആയോ? ഐ തിങ്ക് ദിസ് ഇസ് ഗിവൺ ഇൻ ദ റിസൾട്ടിനകത്ത് അത് ഇവിടെ കിടപ്പുണ്ട്. യു ക്യാൻ ഗോ ത്രൂ പ്രോപ്പർട്ടി നമ്പർ പ്രോപ്പർട്ടി 4-നകത്ത് 2 and 3 നോക്കി നിങ്ങൾക്ക് കാണാം. ക്ലിയർ അല്ലേ? നിങ്ങൾ നോക്കിക്കേ, എല്ലാവരും പോയി നോക്കിക്കേ. പ്രോപ്പർട്ടീസ് 4-ന്റെ 2 and 3 നോക്കിക്കേ, അതിനകത്ത് കിടക്കുന്നുണ്ടോ റിസൾട്ട് എല്ലാം തന്നെ? യെസ് ഓർ നോ? അപ്പൊ മൈനസ് മാറ്റുന്നത് കണ്ടോ എല്ലാവരും? യെസ്, കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇല്ലേ? കണ്ടോ കുട്ടികളെ? ഗ്ലോറിയ ഷാജി കണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 4-ന്റെ 2 and 3 എല്ലാം കണ്ടല്ലോ എല്ലാവരും? യെസ്. അപ്പൊ അവിടെ നിങ്ങൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ അങ്ങനെ കിടപ്പുണ്ട്. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ, കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് തീറ്റ എല്ലാം റിസൾട്ട് കിടപ്പുണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കും, സമയം കളയുന്നില്ല. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വന്നാലും ഉത്തരം കിടക്കുന്നത് ഇവിടെ എന്താണോ അതങ്ങ് എഴുതുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ കോസ് ആണെങ്കിൽ ഇവിടെ എന്ത് വന്നാലും ശരിയാകത്തുള്ളൂ, ഈ സൈൻ ഇൻവേഴ്സിനെ എന്താക്കി മാറ്റണം? കോസ് ഇൻവേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. യെസ് ഓർ നോ? അങ്ങനെയല്ല നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എവിടെയെങ്കിലും നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് സൈൻ ഇൻവേഴ്സ് ആ കിടക്കുന്നത്, അതിനെ ടാൻ ആക്കണം, അല്ലെ ടാൻ ഇൻവേഴ്സ് ആകണം, അല്ലെ കോസ് ഇൻവേഴ്സ് ആകണം, സീക്ക് ഇൻവേഴ്സോ എന്ത് ഇൻവേഴ്സ് വേണം ആക്കണമെങ്കിലും നമ്മൾ ചെയ്യുന്ന പരിപാടി എല്ലാവരും ഇവിടെ നോക്കിക്കോ. സൈൻ ഇൻവേഴ്സ് ഓഫ് √63/8 എന്നല്ലേ കിടക്കണേ, അതിനെ തീറ്റ എന്നിട്ട് കൊടുത്താൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ?
√63/8 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പണ്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലേ ട്രയാങ്കിൾ വരച്ച് ട്രിഗണോമെട്രി ചെയ്യുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈസ് ദാറ്റ് ക്ലിയർ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഐ നീഡ് ആൻ എസ്. ഞാൻ പറഞ്ഞത് മനസ്സിലാകാൻ നിങ്ങൾ എല്ലാവരും മെസ്സേജ് എസ് ഇട്ട് എല്ലാവരും. കോസ് ഇൻവേഴ്സ് കോസ് ഓഫ് എന്തോ എന്തോ എന്താ പറഞ്ഞേ? കേട്ടില്ല. എന്നാ പറഞ്ഞേ? കേട്ടില്ല. ആരാ മൈക്കോട്ട് പറഞ്ഞു? ആരാ? ഹലോ, ആരാ സംസാരിച്ചേ? പറഞ്ഞു. റഹനാണോ? ഗുഡ്. അപ്പോൾ നോക്ക്, എനിക്ക് മനസ്സിലായില്ല ആ സംസാരിക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ എനിവേ ഇവിടെ കോസ് ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കോസിന്റെ കോസ് മാറത്തില്ല. നമുക്ക് ഇവിടുത്തെ പുറകിന്ന് വേണം, ഇവിടെ അകത്തുനിന്ന് വേണം ചെയ്ത് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം ആദ്യം ചെയ്യുന്ന പരിപാടി സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഇതിനെ എന്താക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പറയുന്ന സൈൻ ഇൻവേഴ്സ് ഓഫ് ഈ കിടക്കുന്ന സാധനത്തെ എന്താക്കി മാറ്റുക? കോസ് ഇൻവേഴ്സിലേക്ക് മാറ്റാനായിട്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് √63/8 തീറ്റ ഇട്ട് കൊടുക്കുക. സൈൻ ഈക്വൽ ടു തീറ്റയോ ഇട്ട് കൊടുക്കുക. അപ്പൊ സൈൻ തീറ്റ ഈക്വൽ √63/8. അങ്ങനെയാണ് നമ്മൾ പണ്ട് പഠിച്ച തീറ്റ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ √63 എന്ന് വരും ബൈ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്രയാ 8. അങ്ങനെ വരുമ്പോൾ റൂട്ട് ഓഫ് ഇത് കണ്ടുപിടിക്കാനായിട്ട് അഡ്ജസ്റ്റന്റ് ഈ കിടക്കുന്ന സൈഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 8ന്റെ സ്ക്വയറിൽ നിന്ന് ആരെ കുറച്ചു? 63ന്റെ സ്ക്വയർ കുറച്ചു. ഉത്തരം എന്ത് കിട്ടി? 8ന്റെ സ്ക്വയർ 64 ആണ്. 64 മൈനസ് √63യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 63. അപ്പൊ റൂട്ടിനകത്ത് ആര് വന്നു? 1 വന്നു. ഉത്തരം 1. അപ്പൊ ഇവിടെ കിട്ടുന്ന ഉത്തരം 1. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് 1. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ √1 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന എനിക്ക് ഈ കിടക്കുന്ന സൈൻ ഇൻവേഴ്സിന് പകരം എങ്ങനെയാക്കാം നിങ്ങൾക്ക് അറിയാലോ? ഇവിടെ എന്ത് തീറ്റ എഴുതാം? കോസ് തീറ്റ എഴുതിയാൽ കോസ് തീറ്റ മീൻസ് അഡ്ജസ്റ്റന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ കോസ് തീറ്റ എത്രയാ? 1/8 ആകും. അപ്പൊ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1/8 എന്ന് പറയാം. എന്ന് മനസ്സിലായോ എല്ലാവർക്കും? എല്ലാവരും ക്ലിയർ ആയോ? ജോസഫ് എം, ലിയോണും, മെർവിൻ, നാദ, നെഹല, ദീപക്, ജോർജ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കെവിൻ, ബിനു, ജോർജ് മാത്യു, എബിൻ, ബിജു ഒക്കെ മനസ്സിലായോ? അപ്പം ഇവിടെ കിടക്കുന്ന നേരെ കോസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തന്നെ നോക്കി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ചെയ്തതാണ്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കും. നമുക്ക് ചോദ്യം വരുമ്പോൾ എങ്ങനെയാ? കോസ് ഓഫ് എത്ര കിടക്കുന്നത്? 1/2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് ഓഫ് ആരാ കിടക്കുന്നത്? കോസ് ഓഫ് ഈ കിടക്കുന്ന സാധനത്തിന് പകരം എന്തിട്ട് കൊടുത്തു? കോസ് ഇൻവേഴ്സ് ഓഫ് എന്തിട്ട് കൊടുത്തു? 1/8 എന്ന് ഞാൻ ഇട്ട് കൊടുത്തു. കണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കണേ? എനിക്കിവിടെ കിട്ടുന്നത് കോസ് ഓഫ് 1/2 ഇൻറ്റു എത്രയാ? കോസ് ഇൻവേഴ്സ് ഓഫ് എത്ര ടി? കണ്ടോ? കോസിനകത്ത് കോസ് ഇൻവേഴ്സ് വന്നില്ലേ? അപ്പൊ ഇതിനെ ക്യാൻസൽ ആയി പോകുന്ന കൂട്ടിയാലും മതി. അവിടെ ആരെ കിട്ടി? കോസ് ഇൻവേഴ്സ് ഓഫ് 1/8 എന്ന് കിട്ടി. ശരിയാണോ അല്ലയോ? ഈസ് ഇറ്റ് ക്ലിയർ? യെസ് ഓർ നോ? ശരിയല്ലേ പറയണേ? ശരിയാണോ കുട്ടികളെ പറഞ്ഞത്? 1/2 ഇൻറ്റു ഈ പറഞ്ഞ കോസ് ഇൻവേഴ്സ് ഓഫ് 1/8 എന്ന് കിട്ടി. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇപ്പൊ നോക്കുമ്പോൾ കോസ് ഇൻവേഴ്സ് 1/8 നടന്നു. അങ്ങനെ ഒരു വിലയൊന്നും ഇവിടെ ഇല്ല. 1/8 വരാമെന്ന് ചോദിച്ചാൽ വരാം. കാര്യം ഒന്നിലും കുറഞ്ഞ വില ഡൊമൈൻ ആയിട്ട് ആർക്ക് വരാം? കോസ് ഇൻവേഴ്സ് വരാമെന്ന് പറയാം. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. കാര്യം ഇവിടെ കിട്ടുന്ന വാല്യൂ ഉറപ്പായിട്ടും നമ്മൾ എടുക്കുന്ന വാല്യൂ ഒന്നിനും കുറഞ്ഞ വാല്യൂവിൽ എടുക്കാൻ പാടുള്ളൂ. കാര്യം കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് ഡൊമൈൻ കിടക്കുന്നത് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ കിടക്കുന്നത് -1നും ഇടയ്ക്കുള്ള ഏത് വില വേണേലും ഇവിടെ വരാം. അപ്പൊ തെറ്റൊന്നുമില്ല. പക്ഷേ നമുക്കിവിടെ പണി പാളി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പണി പാളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിന്റെ വില അറിയാമെങ്കിൽ പരിപാടി കഴിയും. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ഇതിന് വാല്യൂ ഇല്ല. ഈ കിടക്കുന്നതിന് വാല്യൂ ഇല്ല. ഞാൻ ചെയ്തത് മനസ്സിലായോ? നിങ്ങൾ നോക്കിയാൽ ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 14 കണ്ടോ? ജീവ എന്ന് പറയുന്ന ക്ലാസ്സില്ല. അങ്ങനെ ക്ലാസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ജീവ കേൾക്കുന്നുണ്ടോ? ഈ പറഞ്ഞെല്ലാം സൂര്യഭാമ, റോൺ, കെവിൻ അങ്ങനെ ആളില്ലേ? തോന്നിയായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ പറഞ്ഞു വന്നെ? ക്വസ്റ്റ്യൻ 14 കണ്ടോ നിങ്ങള്? ക്വസ്റ്റ്യൻ 14 കണ്ടോ? ഐശ്വര്യ അരുൺ ജോസഫ് പറഞ്ഞോ. 14 സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ? ഈ ക്വസ്റ്റ്യൻ തന്നെയല്ലേ? നോക്കിക്കേ ക്വസ്റ്റ്യൻ 14. യെസ് ഓർ നോ? ക്വസ്റ്റ്യൻ 14 സെയിം ക്വസ്റ്റ്യൻ അല്ലേ കിടക്കുന്നേ? യെസ് ഓർ നോ? യെസ്, സെയിം ആണ്. നിങ്ങൾ നോക്കിയേ ക്വസ്റ്റ്യൻ 14 നോക്കിയാലും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അവിടെയും കിടക്കുന്നത്. കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 കോസ് ഇൻവേഴ്സ് 1/8 എന്നാണ് ചോദ്യം കിടക്കുന്നത്. യെസ് ഓർ നോ? യെസ്. അപ്പോ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇതിനെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാം. അപ്പോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇങ്ങനെ പുറകോട്ട് റിവേഴ്സ് പിടിക്കാം, ഇങ്ങനെ പുറകോട്ട് പോകാം. അപ്പൊ ഇങ്ങനെ ചെയ്താലേ ശരിയാകുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ സ്ട്രക്കായി. കാര്യം
ഐ ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് 1/8. കോസ് ഇൻവേഴ്സ് 1/8 എന്ന് പറയുന്നതിന്റെ വാല്യൂ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതെന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ റബ്ബിംഗ് സെക്ഷൻ, ഈ കറന്ന സെക്ഷൻ തൂക്കുവാണ്. നിങ്ങൾ കൂടെ എഴുതി പൊക്കോണം. എനിക്ക് നോട്ട് സമയം തരാൻ സമയമില്ല. കൂടെ എഴുതി നിങ്ങൾ ബുക്ക് നോക്കി എഴുതിക്കോണം. അപ്പൊ ഇതിനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, യു നോ 1 പ്ലസ് കോസ് 2x, ശ്രദ്ധിച്ചോണം, പ്രധാനപ്പെട്ടാണ്. 1 പ്ലസ് കോസ് 2x 1 മൈനസ് കോസ് 2x എന്താണെന്ന് അറിയാം, ശരിയല്ലേ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ട്രിഗ്നോമെട്രിക്ക് അത് പഠിച്ചതല്ലേ? ട്രിഗ്നോമെട്രിക്കകത്ത് 1 പ്ലസ് കോസ് 2x എന്താണെന്നും 1 മൈനസ് കോസ് 2x എന്താണെന്ന് പഠിച്ചായിരുന്നു. യെസ് ഓർ നോ? ഓർക്കുന്നുണ്ടോ? 1 പ്ലസ് കോസ് 2x എന്താ? വെരി ഇമ്പോർട്ടന്റ്, അറിഞ്ഞിരിക്കുന്നതാണ്. 2 കോസ് സ്ക്വയർ x ആണെന്നും 1 മൈനസ് കോസ് 2x എത്രയാ? 2 സൈൻ സ്ക്വയർ x ആണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഈ പറയുന്നില്ല, ഓരോ ക്വസ്റ്റ്യനും റിസൾട്ടുകൾ ഞാൻ പലപ്പോഴും എന്റെ പ്ലസ് ടു സ്റ്റുഡൻസിനോട് എപ്പോഴും ഞാൻ പറയാറാണ്, പ്രധാനപ്പെട്ടായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഈ കോസ് 2x പഠിക്കുന്നേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് 1 പ്ലസ് കോസ് 2x 1 മൈനസ് കോസ് 2x. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ആലോചിച്ച്, അങ്ങനെയാണെങ്കിൽ ഈ കോസ് എക്സിന് പകരം, അതായത് കോസ് സ്ക്വയർ x ഇസ് ഈക്വൽ ടു, അതായത് 2 ഈ പറഞ്ഞ റിസൾട്ട് 1 പ്ലസ് കോസ് 2x 2 കോസ് സ്ക്വയർ x ആണെങ്കിൽ കോസ് സ്ക്വയർ x ഇസ് ഈക്വൽ ടു ഐ ക്യാൻ റൈറ്റ് 1 പ്ലസ് കോസ് 2x ബൈ 2 എന്ന് എഴുതാം. യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ കോസ് x എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ആസ് റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് 2x ബൈ 2 എന്ന് വേണമെങ്കിൽ എഴുതാം കോസ് എക്സിന്. എനിക്ക് ആ റിസൾട്ട് ആണ് ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, വേറെ ഒരു രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇത്രയും സാധനം എന്തായിട്ട് വായിക്കും? ഐ റീഡ് ദിസ് ആസ് x cos x. ഇത്ര അകത്ത് ഇത്രയും cos x ആണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് റൂട്ട് ഓഫ് എന്താ? 1 പ്ലസ് എത്ര എടുക്കുന്നേ? കോസ് 2x. അപ്പൊ ഇവിടെ ആരാ? കോസ് എക്സിന് പകരം കിടക്കുന്ന ആരാ? ഇത്രയാണല്ലോ x. അപ്പം കോസ് 2x എന്നാണ്. അപ്പൊ 2 ഇൻറ്റു ഇത്ര x ആണല്ലോ, 1/2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് ഓഫ് 1/8 the whole by 2. Are you getting this concept here? Is that clear to you? ചെയ്ത് മനസ്സിലായോ? ഇത് ക്ലിയർ ആക്കി മനസ്സിലാക്കാൻ അത്യാവശ്യമുള്ള കാര്യം. ഇത് മനസ്സിലാക്കി അടുത്തൊരു കാര്യം മനസ്സിലാക്കി ഇത് ചെയ്യാനായിട്ട് ഞാൻ എന്തെടുത്തു? cos x ആണ്. cos x റിസൾട്ട് ആയിട്ട് റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് 2x ബൈ 2 കിടപ്പുണ്ട്. അപ്പോൾ 1 പ്ലസ് കോസ് 2x. അപ്പം 2 ന്റെ സ്ഥാനത്ത് ഞാൻ 2 ഇട്ട് കൊടുത്തു. x എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന x അതേപടി. അങ്ങനെ നോക്കുമ്പോഴേ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി, കണ്ടോ? പിന്നെ അത് ഗുണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി കാണും. ഞാൻ എന്തുകൊണ്ട് ഈ റിസൾട്ട് ഉപയോഗിക്കാൻ കാര്യം നോക്കി ഇപ്പൊ മനസ്സിലാവും. എങ്ങനെയാ? റൂട്ട് ഓഫ് എന്താ വായിച്ചേ? 1 പ്ലസ് ഈ 2 2 പോയ മിച്ചം ആരാ വായിച്ചേ? എന്താണ്? കോസ് ഓഫ് ആരാ അതിനകത്ത് കിടക്കുന്നേ? കോസ് ഇൻവേഴ്സ് ഓഫ് 1/8. യെസ് ഓർ നോ? ദ ഹോൾ ബൈ 2. ആർ ഗെറ്റിംഗ് ദിസ് സിൻസ്? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ, ചെയ്ത് മനസ്സിലായല്ലോ. 1 പ്ലസ് കോസ് 2x 1 പ്ലസ് കോസ് 2x എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു x ആണ് ഇട്ട് കൊടുത്തു. 2 ക്യാൻസൽ ആയി പോയി. മിച്ചം കിടക്കുന്ന കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് 1/8. എന്താണ് കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് 1/8 എന്ന് കെവിൻ ബിനു പറഞ്ഞേ. കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് 1/8 എന്താ? കെവിൻ ബിനു സ്പീക്ക് ഔട്ട്, മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ. നിങ്ങൾ എല്ലാം ക്ലാസ്സിൽ അറ്റൻഡ്, അവിടെ റേഞ്ച് ഉണ്ട്, ഫോൺ ഓൺ ആണെന്ന് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും കുട്ടികളെ. പറഞ്ഞേ എന്താ കെവിൻ ബിനു? കെവിൻ അവിടെ നല്ല റേഞ്ച് ആണല്ലോ. ഇറ്റ് ഈസ് ഗുഡ് ഹിയർ. എത്ര പാക്കറ്റ് റേറ്റ് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? പറഞ്ഞോ എന്താ? കെവിൻ ബിനു കേൾക്കുന്നില്ലേ പറഞ്ഞത്? ഇങ്ങനെ പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്കാർ എന്ത് പറ്റുന്നുണ്ട്? എനിക്ക് മനസ്സിലാക്കാത്ത കാര്യം അതാണ്. ഇവിടെ നെറ്റിന് നിങ്ങൾ ഓൾറെഡി നിങ്ങളെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. നെറ്റ്വർക്ക് ഉണ്ടോ, ലോസ്റ്റ് ആണോ, കുറവാണോ കാണുമ്പോൾ അറിയാലോ. കെവിൻ ബിനുവിന് എന്താ മറുപടി പറഞ്ഞ? എന്റെ പേര് വിളിക്കുന്ന ആൾക്കാരെ നോട്ട് ചെയ്യാൻ പോവാ. എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ പറയാം. കെവിൻ വേറെ ഒരാളുണ്ടായിരുന്നു, ആരാണോ? ആ അപ്പൊ പറഞ്ഞേ. കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് 1/8 എത്രയാ കെവിൻ ബിനു? കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് 1/8 എന്നാണ് കിടക്കുന്നത്. ആ അത് തന്നെ. അപ്പൊ ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് കിട്ടി? 1 പ്ലസ് കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് 1/8 എന്ന് പറഞ്ഞാൽ അവിടെ 1/8 എന്ന് പറയാം, അല്ലേടാ? അല്ലേ കെവിനെ? ദ ഹോൾ ഡിവൈഡ് ബൈ 2. യെസ് ഓർ നോ? അല്ലേ? ഈ 2 ക്യാൻസൽ ആയി പോകുമ്പോൾ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് 1/8. കോസ് ഇൻവേഴ്സ് 1/8 എന്ന് പറഞ്ഞാൽ ഉത്തരം 1/8 ആണ്. അപ്പൊ 1 പ്ലസ് 1/8 ദ ഹോൾ ഡിവൈഡ് ബൈ 2. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് when you take the LCM or you will be getting the answer as root of ഇങ്ങോട്ട് 8 ഒന്നും കൂട്ടുമ്പോൾ എത്രയാ? 9/8/2. അതിന് വരുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് എത്ര കിട്ടി? 9 ഇതെല്ലാം ഗുണിക്കുവാണല്ലോ, വെട്ടിപ്പോകത്തില്ലല്ലോ. 8 into 6 16. 9/16. When you take the root of 9/16, sorry, you will be getting the answer as 3/4. Is there option 3/4 is there? ഉണ്ടോ? ഉണ്ട്.
ഓപ്ഷൻ നമ്പർ സി. കിട്ടിയോ എല്ലാവർക്കും? എല്ലാവർക്കും ചെയ്ത് മനസ്സിലായോ? Is that clear? Yes or no? If it's clear to you, I need yes from everyone. എല്ലാവരും yes ഇട്ടേ. എല്ലാവരും yes ഇട്ടേ. എല്ലാവരും yes ഇട്ടേ. അൻസ, ജോർജ് മാത്യു, ലിസ്, റൂബൻ, നെഹല, ഐശ്വര്യ, അമിയ, ലിയോൺ, മെറിൻ, ഷാജി, എബ്രാം, സി ബേബി ഓൾ. മെറിൻ ഷാജി ക്ലാസ് ഉണ്ടല്ലോ. ഗുഡ്. അപ്പൊ ഇതാണ് ആ ക്വസ്റ്റ്യൻ. അത് മനസ്സിലാക്കേണ്ട ചോദ്യം. അപ്പൊ ഇത് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് വാല്യുവേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. I'm rubbing this section here. But I think Merin Shaji can speak out. Merin Shaji, just unmute the mic and speak on. Huh? Yeah, Merin Shaji, I need question number 10. Read out the question. Question number 10. Question number 10. Sign off. Coordinate. അപ്പം മെറിൻ ഷാജിക്ക് എന്ത് തോന്നുന്നു? മെറിൻ ഷാജി പറ. നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് തോന്നിട്ട് പെട്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇത് കോട്ട് ഇൻവേഴ്സ് എക്സ് ആയിരുന്നെങ്കിൽ മെറിൻ ഷാജിക്ക് ഉത്തരം പറയായിരിക്കും അല്ലെ? ഇവിടെ കോട്ട് ആയിരുന്നെങ്കിൽ അല്ലെ മെറിൻ ഷാജി? എത്രയെന്ന് പറയായിരുന്നു? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ അകത്ത് കിടക്കുന്ന? സൈൻ കോസ് എന്നായിരുന്നു. അപ്പം പണിപാടിയില്ലേ? അപ്പൊ എന്ത് ചെയ്യുമെന്ന് പറ മെറിൻ ഷാജി. എന്താ ചെയ്യാൻ? നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? എന്താ ചെയ്യാൻ പറ്റുക നമുക്കിവിടെ? അതെ, ഈ കോട്ട് ഇൻവേഴ്സിനെ സൈൻ ഇൻവേഴ്സ് ആക്കി മാറ്റണം. ഇത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ ഇവിടെ നിന്ന് പെറുക്കി തരാം. ഞാൻ എന്റെ ഒരു രീതി അങ്ങനെ ആയിരിക്കുമല്ലോ. ഞാനൊരു കണക്ട് ചെയ്യുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അതിന്റെ ഒരു മോഡലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് ക്വസ്റ്റ്യൻ. അതൊന്നും ചെയ്ത് നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞതാണ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതിനെ നമ്മുടെ ലക്ഷ്യം മേക്ക് ഇറ്റ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആക്കി മാറ്റുക. സൈൻ ഇൻവേഴ്സ് എക്സ് ആക്കി മാറ്റുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കിടക്കുന്ന കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കിടക്കുന്ന ഈ സാധനം ഇത് എന്തിട്ട് കൊടുത്തു? തീറ്റ എന്ന് ഇട്ട് കൊടുത്താൽ എന്തിട്ട് കൊടുത്തു? കോട്ട് തീറ്റ ഈക്വൽ ടു എക്സ് എന്ന് പറയാം. യെസ് ഓർ നോ? കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? കോട്ട് തീറ്റ ഈക്വൽ എക്സ്. സെയിം പരിപാടി നമ്മൾ എന്ത് വരച്ചു? ട്രയാങ്കിൾ കോൺസെപ്റ്റ് എടുത്തു വരുമ്പോ എന്താ ട്രയാങ്കിൾ എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് തീറ്റ ഹിയർ. കോട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, എക്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അറിയാലോ എല്ലാവർക്കും? കോട്ട് തീറ്റ ഈക്വൽ എക്സ് എന്ന് എഴുതിയാൽ മനസ്സിലാക്കുക എക്സ് ബൈ 1. കോട്ട് തീറ്റ ഈക്വൽ എക്സ് എന്ന് എഴുതിയാൽ ഇറ്റ് മീൻസ് എക്സ് ബൈ 1. ഇറ്റ് മീൻസ് കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ് ടാൻ. അപ്പൊ കോട്ട് എന്താ? അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പൊ തീറ്റ ആണെങ്കിൽ അഡ്ജസന്റ് അവിടെ എക്സ്, അഡ്ജസന്റ് അവിടെ എക്സ്, ഓപ്പോസിറ്റിന് അവിടെ 1. മനസ്സിലാക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലെ? യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്ന ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. റൂട്ട് ഓഫ് മറ്റേ രണ്ടെണ്ണത്ത് കൂട്ടിയാൽ പോരാ. അപ്പൊ എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 1. കിട്ടുന്നുണ്ടോ കുട്ടികളെ? ഞാൻ ഈ പറയണേ ഈ കിടക്കുന്നതിനെ നമുക്ക് ലക്ഷ്യം സൈൻ ഇൻവേഴ്സ് എക്സ് ആക്കുക എന്നുള്ളതാണ് ലിയോണെ. അപ്പൊ കോട്ട് ഇൻവേഴ്സ് എക്സിനെ തീറ്റ ഇട്ടുള്ളൂ. അപ്പൊ കോട്ട് തീറ്റ എക്സ് എന്ന് മനസ്സിലായി. കോട്ട് തീറ്റ എക്സ് എന്ന് ഉദ്ദേശിച്ചത് എക്സ് ബൈ 1 ആണെന്നുള്ള ബോധം വേണം. കോട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ട്രയാങ്കിൾ എടുക്കുമ്പോൾ അഡ്ജസന്റ് ആയിട്ട് എക്സ് ഇട്ടു, ഓപ്പോസിറ്റ് ആയിട്ട് 1 ഇട്ടു. അപ്പോൾ നമുക്ക് ആരെ വേണം? ഐ നീഡ് ടു ഗെറ്റ് ദി ഹൈപ്പോട്ടന്യൂസ് ഹിയർ. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് മറ്റേ രണ്ട് സൈഡുകളുടെ സ്ക്വയർ എടുത്ത് കൂട്ടിയാൽ മതി. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞ് ഇവിടെ കിട്ടി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും കോട്ടീറ്റ എന്താന്ന് മനസ്സിലായി. നമുക്ക് ഇനി ആരാ വേണ്ടത്? കോട്ടീറ്റ മനസ്സിലായി. നമുക്ക് ആരാ വേണ്ടത്? ലിയോണെ. ആരാ വേണ്ടത്? ലിയോൺ. വെരി ഗുഡ്. ഐ നീഡ് ലിയോൺ. സൈൻ തീറ്റ ആണ് ലിയോണെ വേണ്ടത് അല്ലെ? സൈൻ തീറ്റ വേണം. അപ്പൊ ലിയോണെ സൈൻ തീറ്റ എന്തായിരിക്കും പറഞ്ഞ് പറ. സൈൻ തീറ്റ എന്തായിരിക്കും പറയണ? സൈൻ തീറ്റ എന്താ? ഈ ട്രയാങ്കിൾ വെച്ച് സൈൻ തീറ്റ പറയടാ എത്രയാന്ന്. ഈ ട്രയാങ്കിൾ വെച്ച് സൈൻ തീറ്റ പറയാൻ പറ്റുന്ന നിനക്ക്? പറ. മറന്നുപോയോ? വെരി ഗുഡ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. പെർഫെക്റ്റ്. വെരി ഗുഡ്. അത്രയല്ലേ ഉള്ളൂ. സൈൻ തീറ്റ മീൻസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. ആണോ അല്ലയോ? അപ്പൊ സൈൻ തീറ്റ നമുക്ക് അവിടെ കിട്ടി. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞല്ലോ. തീറ്റ ഈക്വൽ അറിയാലോ എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലെ? തീറ്റ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നോ അല്ലെ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതിയാലും തെറ്റൊന്നും ഇല്ല. തിരിച്ചെഴുതിയാലും കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്ക്, കണ്ടോ? സൈൻ ഓഫ് എന്തായിരുന്നു? മെറിൻ ഷാജി പറഞ്ഞ പോലെ കോട്ട് ഇൻവേഴ്സ് നമുക്ക് പാടായതുകൊണ്ട് മെറിൻ ഷാജിയ പറഞ്ഞത് നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് ആക്കണം സാറേ. ഞാൻ അത് സൈൻ ഇൻവേഴ്സ് എക്സ് ആക്കി മാറ്റി. അപ്പൊ സൈൻ ഓഫ് എത്രയാ? സൈൻ ഇൻവേഴ്സ് ഓഫ് ആരാ കിടക്കുന്നത്? ഈ കിടക്കുന്ന കോട്ട് ഇൻവേഴ്സ് എക്സിന് വരെ ആരാ കിടക്കുന്നത്? 1 ബൈ റൂട്ട് ഓഫ് എത്രയാ? 1 പ്ലസ് എക്സ് സ്ക്വയർ. എത്രയാണ് പറഞ്ഞ്? എത്രയാണ്? ആർക്ക് പറയാൻ പറ്റും?
എന്താ ആർക്കും പറയാലോ? ഇരിക്കുന്ന എല്ലാവർക്കും അറ്റൻഡ് മനസ്സിലായി കാണുമല്ലോ എത്ര ആൻസർ എന്നുള്ളത് ഇല്ലേ? എന്താ ആൻസർ? സൈൻ ഇൻവേഴ്സിനകത്ത് സൈൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കിടക്കുന്നത് മാത്രമായിരിക്കും ആൻസർ. 1/√(1 + x²). ഇങ്ങനെ ഓപ്ഷൻ അതിനകത്ത് ഉണ്ടോ? അയ്യോ ഇല്ലേ? ഉണ്ടല്ലോ. ഏത് ഓപ്ഷനാ ജോസഫേ? ഓപ്ഷൻ ഉണ്ടോടാ ജോസഫേ? ഏത് ഓപ്ഷനാ? കിടപ്പില്ലേ? ഇങ്ങനെ ഓപ്ഷൻ കിടപ്പുണ്ടോ കുട്ടികളെ? ഉണ്ടല്ലോ. 1/√(1 + x² എന്ന് മീനിങ് എന്താ? 1 + x² 1/2 എന്നല്ല അർത്ഥമാക്കണേ. യെസ് ഓർ നോ? ചെയ്ത് മനസ്സിലായല്ലോ? കോട്ട് ഇൻവേഴ്സ് എക്സിനെ എങ്ങോട്ടാക്കണം? സൈൻ ഇൻവേഴ്സ് എക്സ് ആക്കുന്ന രീതിയാ പറഞ്ഞത്. നമുക്ക് എന്ത് രീതി വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഈ പറയുന്ന ഇവിടെ എന്താണ് കോട്ട് ഇൻവേഴ്സ് നമുക്ക് എങ്ങോട്ട് വേണേലും നമുക്ക് മാറ്റാം. നമ്മുടെ ലക്ഷ്യം സൈൻ ഇൻവേഴ്സ് ആകാൻ കാര്യം ഇവിടെ ആര് കിടക്കുന്നുണ്ടാ? സൈൻ കിടക്കുന്നുണ്ടാ. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, ഒരു വാല്യൂവിനെ ഇങ്ങനെ ആക്കാനായിട്ട് ഈ ട്രയാങ്കിൾ ഇട്ട കോൺസെപ്റ്റ്, ട്രയാങ്കിളിന്റെ ആ കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ചെയ്തു വെക്കുന്നത് മനസ്സിലാക്കുക. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാര്യം എന്താ? 1/√(1 + x² എന്ന് പറഞ്ഞാൽ 1/(1 + x²) റേഷ്യോ റൂട്ട് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അത് മേളിൽ പോകുമ്പോൾ 1 + x² റേഷ്യോ എന്ന് 1/2 ആ -1/2. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായോ? അങ്ങനെ ഒരു ഓപ്ഷൻ കിടപ്പില്ല. എന്തോ ഈ ഓപ്ഷൻ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പണ്ടൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുക പ്ലസ് ടുവിലൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാറുണ്ട്, അയ്യോ ഇതൊന്നും എഴുതാനുള്ള സാറേ, ഇത്ര കൊണ്ട് നിർത്തിയാൽ പോരെ. പണ്ട് മതിയായിരുന്നു. എൻട്രൻസിൽ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യം ഓപ്ഷനകത്ത് അത് ഉണ്ടാകണല്ലോ. അപ്പൊ മനസ്സിലാകും. ഇങ്ങനെ ഓപ്ഷൻ ഇല്ല എങ്കിൽ അതിനർത്ഥം വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പൊ ചെയ്തപ്പോൾ മനസ്സിലായി, സിമ്പിൾ ആയിട്ട് അറിയാം. റൂട്ട് എന്ന് പറഞ്ഞാൽ അത് റേഷ്യോ 1/2 ആണെന്നും അത് മേളിൽ പോകുമ്പോൾ അതെന്ത് 1/2 ആകും? -1/2 ആകുമെന്ന് മനസ്സിലാക്കുക. ഈസ് ദാറ്റ് ക്ലിയർ? യെസ് ഓർ നോ? ശരിയല്ലേ കുട്ടികളെ? ശരിയാണോ? മനസ്സിലായില്ലേ? ഇനി നോക്കിക്കേ, വേറെ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പെട്ടെന്ന് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇതെല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ എനിക്കൊരു എസ് ഇട്ട് എല്ലാവരും. ഈസ് ക്ലിയർ? ഇത്രയും പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായി. സ്പീഡ് കൂടുതലായിട്ട് തോന്നണം. പെട്ടെന്ന് പതുക്കിയല്ലേ പോണേ? സ്പീഡ് കൂടുതലാണോ? കുറയ്ക്കണോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡുണ്ട്, ചെറിയൊരു സ്പീഡുണ്ട്, വലിയ സ്പീഡൊന്നും അല്ല. കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം, യൂണിവേഴ്സ് ഒക്കെ അറിയാവുന്ന ഒരു സ്പീഡ്, ചെറിയ സ്പീഡ് ഉണ്ട്. വലിയ സ്പീഡിൽ ഇപ്പോൾ എങ്ങനെയല്ല പോവാ. ഓക്കെ, എല്ലാവരും ഇട്ടോ? എല്ലാവരും എസ് കണ്ടില്ലല്ലോ? ഇനി ഇടാണ്ടല്ലോ. റോജി, കെവിൻ, ബിനു. ഓക്കെ, എബ്രാം സി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഗുഡ്. അപ്പം ഇനി ഗോയിങ് ടു വിച്ച് വൺ? ക്വസ്റ്റ്യൻ നമ്പർ 12 ഇതുപോലെ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 12 ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 12 കൂടെ ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ ഐഡിയ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നത്. ബാക്കി കണ്ടിന്യൂസ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12 ആര് വായിക്കും? ഐ തിങ്ക് റഹൻ ജേക്കബ് ജോഷി ക്യാൻ റീഡ് ഔട്ട്. റഹൻ, സ്പീക്ക് ഔട്ട്. റഹൻ ജേക്കബ് ജോഷി എഴുതിയോ? പറഞ്ഞു. കോട്ട് ഇൻവേഴ്സ് എത്രയാ? ആൻസർ പറയാ. റഹൻ ഉത്തരം പറയാ പെട്ടെന്ന്. അപ്പൊ ട്രയാങ്കിൾ വരച്ചൊക്കെ ചെയ്യണോ? അതിന്റെ ആവശ്യകത ഇല്ല എന്ന് വേണം പറയാം. ട്രയാങ്കിൾ വരച്ചാണ് ചെയ്യുന്നെങ്കിൽ പോലും നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ടാകണം, അറിഞ്ഞിരിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചുകൂടെ? ഇത് ട്രയാങ്കിൾ വേണമെന്നില്ല, പഠിച്ചിട്ടുണ്ടാകും. എന്താണെന്നറിയാടാ? കൊസീക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എനിക്കതിനെ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് എഴുതാം. കണ്ടോ? കൊസീക്ക് ടാനിലേക്ക് മാറുമ്പോൾ ഇവിടെ കിടന്ന എക്സിന്റെ റെസിപ്രോക്കൽ. അതേപോലെ സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ സോറി മൈ മിസ്റ്റേക്ക്, സീക്ക് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും അല്ലെ? കൊസീക്കും സൈനും ആണല്ലോ റെസിപ്രോക്കൽ. സീക്ക് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എന്തായിരിക്കും? അത് കോസ് ഇൻവേഴ്സ് ഓഫ് 1/x എന്നായിരിക്കും. അതുപോലെ സീക്കാണ് അടുത്ത ആരാ? ഈ പറയുന്ന എന്ത് ഇൻവേഴ്സാ? കോട്ട് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ അത് നേരെ എന്തായി മാറും? ടാൻ ഇൻവേഴ്സ് ആയിട്ട് മാറും. അപ്പൊ റഹൻ പറഞ്ഞ മെത്തേഡ് പറഞ്ഞ ശരിയാണ്. കാര്യം ഉറപ്പായിട്ടും കോട്ട് ഇൻവേഴ്സിൽ ടാൻ ആക്കി മാറ്റണം. അത് ട്രയാങ്കിളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്താ പറയാ റഹനെ?
ടാൻ ഇൻവേഴ്സ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ നേരെ പെട്ടെന്ന് നമുക്ക് ടാൻ ആക്കാം. എങ്ങനെ ടാൻ ആക്കാന്ന് വെച്ചാൽ ഇനി വേറെ വല്ല ആയിരുന്നെങ്കിൽ ട്രയാങ്കിൾ വരച്ച് തന്നെ ചെയ്യണം, അതിന് യാതൊരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. പക്ഷെ ഇവിടെ വരുമ്പം കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1/x എന്ന് കിടക്കുവാണ്. അപ്പൊ റെസിപ്രോക്കൽ എടുത്താൽ മതിയെങ്കിൽ ഇവിടെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് എഴുതാം ടാൻ ഇൻവേഴ്സ് 1/a യുടെ റെസിപ്രോക്കൽ എത്രയാണെന്ന് വെച്ചാൽ അത് a ആണ്. അപ്പോൾ ഉത്തര ആൻസർ എന്ത് പറയാൻ പറ്റും? ടാൻ ഇൻവേഴ്സിനകത്ത് രണ്ട് ഇൻവേഴ്സ് ആയിരുന്നോടാ. ഇത് മിസ്റ്റേക്ക് ആണല്ലോടാ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കിടക്കുന്നത്. അല്ലല്ല, ഇവിടെ ഇൻവേഴ്സ് ഇല്ല അല്ലേ? ശരിയല്ലേ കുട്ടികളെ? എനിക്ക് തെറ്റിപ്പോയാ, സോറി ഇനി മിസ്റ്റേക്ക്. അപ്പോ ഇവിടെ എന്താ എടുക്കുന്നത്? ടാൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് 1/a എന്ന് പറയുമ്പോൾ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എത്ര എടുക്കുന്നത്? a എന്നാണ്. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് a. അപ്പോൾ കറക്റ്റ് ആയി. അപ്പൊ ആൻസർ എന്ന് പറയാം a. ഓപ്ഷൻ നമ്പർ a is ആൻസർ. പിടികിട്ടിയോ? അപ്പൊ ഇനി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 13 is an homework. ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ 13 and 14 is an assignment for you. ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 6, 4, 6, 13, 14 ഞാൻ അസൈൻമെന്റ് ഓപ്പൺ ആക്കി തരും. നിങ്ങൾ ആ അസൈൻമെന്റ് അത് സബ്മിറ്റ് ചെയ്താൽ മതി, ആൻസർ സോൾവ് ചെയ്തിട്ട്. ഓക്കെ, ഐ തിങ്ക് ക്ലിയർ ടു യു. ഇനി ഗോയിങ് ടു ദി പ്രീവിയസ് വൺ. നമ്മൾ ലെവൽ 2 ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാണ്. ഇതൊക്കെ ലെവൽ 2 ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെവൽ 2 ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ആ റബ്ബിംഗ് സെക്ഷൻ, ഈ റബ് സെക്ഷൻ എടുത്ത് കളയുന്നത് എല്ലാം ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അത് കിടക്കുന്നത് ഇത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് വെച്ച് കുറെ ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 എത്രയാന്ന് ചോദിച്ചാൽ ഉത്തരം എന്ത് വരും? ആൻസർ എന്തായിരിക്കും? ആര് പറയും ആൻസർ? ആർക്ക് പറയാൻ പറ്റും? ഐ തിങ്ക് MJ മരിയ ചോദിക്കാൻ. MJ മരിയ ജോയ്. MJ ഞാനിത് അങ്ങനെ വിളിച്ചാൽ പോരാ കുട്ടികളെ? MJ MA അങ്ങനെ വിളിച്ചാൽ പോരാ? എനിക്ക് എളുപ്പാ. ഇത് നോക്കുമ്പോ കാണാം. മരിയ ജോയ് പറയൂ. മരിയ, can you speak out? മൈക്ക് നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടല്ലോ, പേര് കേൾക്കാൻ പോവാ. മരിയ ഇന്നത്തെ ക്ലാസ്സിൽ മരിയ ജോയ്. മരിയ ജോയ്ക്ക് ഉത്തരം പറയാൻ മേല. മരിയ ജോയ് ക്ലാസ്സിൽ ലെഫ്റ്റ് ആയി, ലോസ്റ്റ് ആയി. പേര് വിളിച്ച് അവിടത്തായി പോയ. ഇതിപ്പോ എന്താ ചെയ്യാ? ഓക്കെ, നിഖിത മാത്യു. നിഖിത വിളിച്ചിട്ടില്ല. എനം നിഖിത മാത്യു. നിഖിത ആൻസർ എന്തായിരിക്കും? നിഖിത 7π/6 ഓപ്ഷൻ ഉണ്ടോ അതിനകത്ത്? അയ്യോ, അപ്പൊ പോയി പണി പാളി അല്ലേ? 7π/6 ഇല്ല. അപ്പൊ ക്വസ്റ്റ്യൻ തെറ്റാണോ? അല്ല. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ 7π/6 ആയിരിക്കും എന്ന് ഉത്തരം. ആർക്കെങ്കിലും എതിരെ ആൻസർ പറയാൻ പറ്റുമോ? എനി വൺ ഓഫ് യു? നിഖിത പറഞ്ഞു 7π/6 ശരിയാണ്. ഞാൻ പറഞ്ഞ ലോജിക് ഇപ്പം ഇത്രയും പഠിപ്പിച്ചനുസരിച്ച് 7π/6 എന്നാണ് പറയേണ്ടതെന്ന് ചോദിച്ചാൽ ആണ് ഒറ്റ നോട്ടത്തിൽ. പക്ഷേ അല്ല. ബിക്കോസ് റീസൺ ഇസ് ദാറ്റ് ബിക്കോസ് കോസ് ഇൻവേഴ്സിനകത്ത് കോസ് എന്ന് പറയുമ്പോൾ ഉത്തരം ഇതൊന്നും പോയി കഴിഞ്ഞാൽ ഇവിടെ 7π/6 എഴുതണമെന്നാണ് ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പറഞ്ഞിരുന്ന ഒരു കാര്യം, കണ്ടീഷൻസ് എല്ലാത്തിനും ഇങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ കാണാം. നിങ്ങളുടെ നോട്ടിനകത്ത് ഓരോ ഇക്വേഷൻ കോമ എക്സിന് വില ഇവിടെ തൊട്ട് ഇവിടെ വരെ എന്ന് വ്യക്തമായി എല്ലാത്തിനും എഴുതിയിട്ടുണ്ട്. എല്ലാത്തിനും ആ വിലകൾ മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. പറഞ്ഞ പിടി കിട്ടിയോ? മനസ്സിലായ കുട്ടികളെ? അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഉത്തരം എക്സ് ആണ്. നിൽക്കുക യു ആർ റൈറ്റ്. ബട്ട് ദാറ്റ് എക്സ് ലൈസ് ഷുഡ് ബിറ്റ്വീൻ 0 and π. അതാണ് കാര്യം. ആ പ്രിൻസിപ്പ് റേഞ്ചിനുള്ളിലായിരിക്കണം വരേണ്ടത്. കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് എടുക്കുന്ന 0ക്കും പൈക്കും എന്ന് പറഞ്ഞാൽ 0ക്കും 180ക്കും ഇടയ്ക്ക് 0ക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ഉത്തരം മാത്രമേ വരാൻ പാടുള്ളൂ. ഈ 7π/6 എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലേ? π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. 7 × 3 210 ഡിഗ്രി ആണ് എന്നുള്ള ബോധം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ 180 ഡിഗ്രിയേക്കാളും കൂടിയ വിലയാ വന്നിരിക്കുന്നത്. Is that clear to all? Is that clear? Yes or no? I need if it's clear then answer yeah. റൂബൻ ഉത്തരം 5/6 പറഞ്ഞു. Yeah, it's 5/6. ശരിയാണ് റൂബൻ. 5/6 ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. നോക്കാം. ശരി, വ്യത്യാസമുള്ള പോലെ നോക്കി പറയാം. കുറേ ആൻസർ 5/6 ആണെങ്കിൽ ശരിയാ. 5/6 ആണോ അറിയില്ല. നോക്കാം. നോക്കുന്നില്ല. നോക്കാം. 5/6 ഉത്തരം പറഞ്ഞു. യാ, എനിക്ക് രണ്ടുപേരെ SR എന്ന് പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊന്നും SR ഒന്നും ഇല്ലേ?
ടി ടി, ടോമിൻ ടോം, ഐശ്വര്യ, മെർവിൻ, ഓക്കെ ഗുഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് cos x is equal to എത്ര കിടക്കുന്നത് x പറഞ്ഞു. അപ്പൊ ഉത്തരം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ വിലയിലേക്ക് ഉത്തരം എഴുതാൻ പാടുള്ളൂ. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യനകത്ത് ഇതായിരുന്നുവെങ്കിൽ cos ഇൻവേഴ്സ് ഓഫ് cos π/6 ആയിരുന്നെങ്കിൽ ഉത്തരം ധൈര്യത്തോടെ പറഞ്ഞു എത്രയാ π/6 എന്ന് പറയുന്നത് തെറ്റില്ല. ബിക്കോസ് ഏതിനിടയ്ക്കാ ഈ പറയുന്ന 0യ്ക്കും 180ക്കും ഇടയ്ക്കാണ് കിടക്കുന്നത്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന കേട്ടോ, +2 ഉള്ള കാര്യമായി സാധനം കേട്ടോ. അപ്പൊ അത് വെച്ച് വരും മനസ്സിലാക്കണം. മനസ്സിലായി? അപ്പം cos ഇൻവേഴ്സ് ഓഫ് cos എന്താ π/6 ആയിരുന്നെങ്കിൽ π/6 എന്ന് പറയാം. എത്ര ഡിഗ്രി? 30 ഡിഗ്രി. അത് 0യ്ക്കും 180ക്കും ഇടയ്ക്കുള്ള ഒരു ആൻസർ ആണ്. പക്ഷേ എന്റെ ചോദ്യം വെറും π/6 അല്ലായിരുന്നു. എന്ത് π/6 ആയിരുന്നു? 7 π/6 എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 210 ഡിഗ്രി, 210 ഡിഗ്രിയാണ്. അപ്പൊ ഉറപ്പായിട്ടും ഈ പറഞ്ഞ റേഞ്ചിലല്ല കിടക്കുന്നെങ്കിൽ ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ട്രിഗണോമെട്രിയിലെ കാര്യങ്ങളാണ്, പലർക്കും അറിയാൻ മേലെങ്കിൽ മനസ്സിലാക്കുക ഞാൻ പറയുന്നത്. ജോസഫേ മൈക്ക് ഓൺ ചെയ്തേ. ജോസഫ് ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ വാല്യൂ പഠിച്ചത് എങ്ങനെ ചെയ്യുന്നുള്ള? മറന്നുപോയോ? നമ്മള് +2 ഞാൻ എടുത്തു തന്നാ അവിടെ വെച്ച് ലിയോണം പല ബോർഡ് ക്ലിയർ അല്ലേ? എല്ലാവർക്കും പ്രശ്നമായോ? ആർക്കാ ഇഷ്യൂ ഉള്ള? എല്ലാവർക്കും ബോർഡ് ക്ലിയർ അല്ലേ? ബോർഡ് ക്ലിയർ അല്ലേ? നിങ്ങൾ പറഞ്ഞില്ലല്ലോ ബോർഡ് ക്ലിയർ അല്ലേ എന്ന് പറയാമല്ലേ? ബോർഡ് ക്ലിയർ ആണോ പ്ലീസ്? അത് നെറ്റ്വർക്ക് പെട്ടെന്ന് പറഞ്ഞോണ്ടായിരിക്കും. മെറിൻ ഷാജി, ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? എബ്രഹാമിന് ക്ലിയർ ആണോടാ? നെഹല ഫാത്തിമ ക്ലിയർ അല്ലേ? നിക്കിത മാത്യു എന്തോ? അപ്പൊ ഞാൻ സമയം കളയുന്നില്ല. cos 7π/6 എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ cos 7π/6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറെ ഈ പറയുന്ന ഇതിനുള്ളിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരും. കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ട്രിഗണോമെട്രിക്കകത്തും വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇവരെയും ട്രിഗണോമെട്രിക്കകത്ത് വരുന്ന ഒരു കാര്യമാണ് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ഓരോ ചാപ്റ്ററിനകത്ത് പല ചാപ്റ്റർ ഇപ്പം ലിമിറ്റ് പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷനെ കുറിച്ച് കുറച്ച് ബ്രീഫ് ഔട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ കുറെ ട്രിഗണോമെട്രിയിലെ കാര്യങ്ങൾ പഠിപ്പിക്കും. പക്ഷെ അത് ട്രിഗണോമെട്രിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു എഴുതില്ല. അത് ഓർത്തോണം. ഏതൊക്കെ എടുത്തെന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പം cos 7π/6 എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഞാനൊരു ടെക്നിക്ക് പറയാറുണ്ടായിരുന്നു. ഇതൊരു വലിയ വാല്യൂ അല്ലേ? ചെറുതാക്കുന്നത് എങ്ങനെയാ? 7π/6 ആണെങ്കിൽ cos ഇടുക, അടിക്കിടക്കുന്ന 6 അല്ലേ? ഞാൻ ഇവിടെ ഒരു /6 എന്ന് എഴുതും. എന്നിട്ട് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഒരു പൈ ഇടും. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 × π എത്ര പൈ ആയി? 6π ആയില്ലേ? 7π ആകാൻ ഒരു പൈ കൂട്ടിയാൽ പോരെ. ഇങ്ങനെ മുറിച്ചെഴുതാൻ പഠിച്ചിരിക്കണം. ഒരു ടെക്നിക്കാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 7π/6 ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ എന്റെ ഒരു രീതി ഞാൻ പെട്ടെന്ന് പറഞ്ഞ കാര്യമാണ്. എന്തെങ്കിലും വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇങ്ങനത്തെ വലിയ വാല്യൂ ചെറിയ വാല്യൂലേക്ക് മാറ്റാൻ പറയുമ്പോൾ ചെയ്യുന്ന രീതി ഇതാണ്. ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ രീതി ഇതാണ്. 7π/6 എന്ന് പറയുമ്പോൾ യു പുട്ട് /6, ഒരു 6 അടിയിൽ എഴുതുക, ഇവിടെ കൊണ്ടൊരു പൈ ഇടുക. അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 × π എത്ര പൈ ആയി? 6π ആയി എന്നറിയാം. നമുക്ക് എത്ര പൈ ആണെന്നറിയാം? 7π വേണ്ടെന്നും അറിയാം. അങ്ങനെയാണ് 6πയുടെ കൂടെ ഒരു പൈ കൂട്ടിയാൽ പോരെ. സി, this is a way to split the thing. Is that clear to you all? Is that clear? If it's clear, I need S. എല്ലാവരും ഓക്കെ ആണെങ്കിൽ S ഇട്ട് എല്ലാവരും മെസ്സേജ് ഇട്ടേ. എല്ലാവർക്കും ഇത് ക്ലിയർ ആണെങ്കിൽ എല്ലാവരും S ഇട്ട് എല്ലാവരും യെസ്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇനി ശ്രദ്ധിച്ച കാര്യം, ഇനി അടുത്ത ട്രിഗണോമെട്രി വലിയൊരു കാര്യം. ഞാൻ ഇത് മുറിക്കാനായിട്ട് പഠിപ്പിച്ചു. പിന്നെ അടുത്ത മനസ്സിലാക്കുന്നത്, നമ്മള് പൈ വെച്ചാണ് ഒരു കാര്യം മുറിക്കുന്നത്. പൈ പ്ലസ് ഓഫ് എന്തെങ്കിലും ആണ്, പൈ 2π 3π 5π 7π എന്ത് പൈ ആയിക്കോട്ടെ, എന്ത് പൈ വെച്ചാണെങ്കിൽ ഞാൻ ഒരു കാര്യം എഴുതിയാൽ ഇതിന് ആൻസർ ഇവിടെ എന്ത് പൈ വേണമെങ്കിലും വന്നോട്ടെ. ആൻസർ ഇവിടെ കോസ് ആണെങ്കിൽ ഇവിടെ അത് കോസ് തന്നെയായിരിക്കും. കോസ് ആണെങ്കിൽ കോസ് തന്നെ. എന്നിട്ട് ഇവിടെ കിടക്കുന്ന വിലയില്ല, ആ വാല്യൂ എപ്പോഴും ഈ ചെറിയ വിലകളെ വരാൻ പാടുള്ളൂ. വലിയ വാല്യൂ ഒന്നും വരാൻ പാടില്ല. ഈ പറഞ്ഞ വാല്യൂസ് മാത്രമേ എവിടെ വരാൻ പാടുള്ളൂ? ഈ സ്ഥലത്ത് വരാൻ പാടുള്ളൂ. അപ്പം കോസ് π + π/6 എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ നിനക്ക് എഴുതാം. ഇവിടെ കോസ് ആണെങ്കിൽ ഇവിടെ കോസ്, ഈ പറയുന്ന വാല്യൂ എഴുതി വെക്കാം. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാല്യൂ ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം.
ഈസ് ദാറ്റ് ക്ലിയർ? cos 7π/6 നെ cos എങ്ങനെ എഴുതി? പൈ പ്ലസ് π/6 എഴുതി. അപ്പൊ പൈ പ്ലസ് π/6 എന്ന് പറയുമ്പോ എന്താ നിയമം? എന്ത് പൈ ആണേലും പൈ മൈനസോ പൈ പ്ലസ് എന്തെങ്കിലും ആയിക്കോട്ടെ, നിയമം പറയുന്നതാണ് പൈ ആണ്. ഇവിടെ കോസ് ആണോ? ഇവിടെ കോസ്, ഇവിടെ സൈൻ ആണോ കോസ് ആണോ എന്ന് നോക്കുക. അപ്പൊ സൈൻ ആണെങ്കിൽ സൈൻ, കോസ് ആണെങ്കിൽ കോസ്, ടാൻ ആണെങ്കിൽ ടാൻ. എന്താണെങ്കിലും ഫംഗ്ഷൻ കോസ് മാറത്തില്ല, ഫംഗ്ഷൻ മാറത്തില്ല. അപ്പൊ ഇവിടെ കോസ് ആയതുകൊണ്ട് കോസ് തന്നെ ഇട്ടു. പൈ പ്ലസ് π/6 എന്ന് പറഞ്ഞപ്പോൾ കോസ് π/6 എന്ന് എഴുതാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവൻ ഏത് ക്വാഡ്രന്റ് ആണെന്ന് കൂടി ആലോചിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇത് ചെയ്യുമ്പോൾ ഓർത്തിരിക്കുന്നത്. ഇത് ട്രിഗ്നോമെട്രിക്കകത്ത് വരുന്ന ഒരു കാര്യമാണ്. ആർക്കെങ്കിലും മനസ്സിലാകുകയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം ഈ പൈ കിടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ചു, എവിടെയാ പൈ കിടക്കുന്നത് ആലോചിച്ചേ. അതിന് ഞാൻ ഒരു കാര്യം, പണ്ട് എന്റെ ഒരു പ്ലസ് വൺ ക്ലാസ്സിൽ ട്രിഗ്നോമെട്രി എടുക്കുന്ന കുട്ടികളെ ഒരിക്കലും ഞാൻ പാടായിട്ട് എടുക്കാതെ ഏറ്റവും എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ആ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ ട്രിഗ്നോമെട്രി എടുത്ത് വരാറുള്ളൂ. കുറെ ഇക്വേഷൻസ് പോലും ഞാൻ പഠിപ്പിക്കാറില്ല, ഓരോ ടെക്നിക്സ് ആണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക എപ്പോഴും ട്രിഗ്നോമെട്രി എടുക്കുമ്പോൾ. ആ ടെക്നിക്സ് കൊണ്ട് ഉറപ്പായിട്ട് ചെയ്യാനും പറ്റും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാം ഒരു കാര്യം, എന്തറിയാം? ഇവിടെ 0, ഇവിടെ 2π, 4π, 6π, 8π, 2020π എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നത് ഇവിടെ വന്നായിരിക്കും തീരുന്നത്. ഈ ഭാഗത്ത് ഈ ബ്രിമ്മിൽ വന്നാൽ, ഈ ആക്സിസിൽ വന്നായിരിക്കും തീരുന്നത്. അതേ സ്ഥലത്ത് തന്നെ ആയിരിക്കും ഇങ്ങേ അറ്റത്തായിരിക്കും പൈ, 3π, 5π, 7π അല്ലെങ്കിൽ 2021π എന്നൊക്കെ പറഞ്ഞ് തീരുന്നതും ഈ ആക്സിസ് ആയിരിക്കും. അപ്പോൾ പൈയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ സെക്ഷനെല്ലാം ഈവൻ നമ്പർ, നമ്മൾ പറയുന്നു ഈവൻ നമ്പറുള്ള പൈകളെല്ലാം ഈ ആക്സിസിലും ഈ ആക്സിസിലെല്ലാം ഓഡ് നമ്പറുള്ള പൈകളുമാണെന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ ആലോചിച്ചേ, ഇനി നോക്കേണ്ടത് പൈ പ്ലസ് π/6. ആലോചിച്ച് പൈ പ്ലസ്, എവിടെ പൈ എവിടെ കിടക്കുന്നത്? എവിടെ പൈ? പൈ പ്ലസ് പൈ എവിടെ? അതെ പൈ എന്ത് ചെയ്തേ? പൈ ഇവിടെ അല്ല പൈ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒന്ന് ഇവിടെ വരെ പൈ ആയി. പൈ പ്ലസ് എന്ന് പറയുന്ന അർത്ഥം നമ്മൾ മുന്നോട്ടല്ല പോകുന്നത്. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ അത് ഏത് ക്വാർട്ടറിലോട്ടാ പോകുന്നത് മനസ്സിലാക്കാനുള്ള ബോധം വേണം. പ്ലസ് മൈനസ് ആയിരുന്നെങ്കിൽ പുറകോട്ട് പോയേനെ. ഇവിടെ ഇങ്ങനെ ഇറങ്ങി ഈ അറ്റത്ത് പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ കറങ്ങി ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്കും പൈ ആയി. പൈ പ്ലസ് മീൻസ് മൂവിങ് ഫോർവേഡ്, അപ്പൊ മുന്നോട്ടാ കറങ്ങാം. അപ്പൊ അടുത്ത ക്വാർട്ടറിലേക്ക് പോകും. ഏത് ക്വാർട്ടറിലേക്കാ? തേർഡിലേക്ക് പോകും. ഇപ്പൊ ഇത് മൈനസ് ആയിരുന്നുവെങ്കിൽ പുറകോട്ട് പോകും. അപ്പൊ ഏത് ക്വാർട്ടറിലാന്ന് പറയാൻ പറ്റും? സെക്കൻഡ് ക്വാർട്ടറിൽ ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ കുട്ടികളെ? ഇത് ട്രിഗ്നോമെട്രിക്കകത്ത് വരും. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. അതിന് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നു, സമയം എടുത്ത് പറഞ്ഞു തരാൻ കാര്യം അതാണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ ഇവിടെ ഏത് ക്വാർട്ടറിലാ പോകുന്നത്? തേർഡ് ക്വാർട്ടറിലാ പോണം അല്ലെ? അപ്പൊ പഠിച്ചിട്ടുണ്ടല്ലോ, അയലത്തെ ശങ്കരൻ തെങ്ങേ കേറി, പഠിച്ചിട്ടില്ലേ? ഓൾ സിൽവർ ടീ കപ്സ്, അല്ലെങ്കിൽ അൽഫോൺസ സെന്റ് തോമസ് കോളേജ് ഇല്ലേ? പാലക്കാട് പറയാൻ എളുപ്പമല്ലേ? അൽഫോൺസ സെന്റ് തോമസ് കോളേജ്, പാലയുടെ മെയിൻ കോളേജ് അല്ലേ? അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ പഠിക്കാറ്. അപ്പൊ ഇവിടെ മീൻസ് ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്. എസ് കാണിക്കുന്നതാരാ? സൈൻ പോസിറ്റീവ് ആണ്. ടി കാണിക്കുന്നതാരാ? ടാൻ. അപ്പൊ ടാൻ വന്നാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ റെസിപ്രോക്കൽ വരും എന്നുള്ള കാര്യം. ഇപ്പൊ സൈൻ വന്നാൽ അവിടെ ആര് വരും? കൊസീക്ക് വരും. ടാൻ വന്നാൽ ആര് വരും? കോട്ട് വരും. കോസ് വന്നാൽ ആര് വരും? സീക്കും വരും. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഏത് ക്വാർട്ടറില്ല? തേർഡ് ക്വാർട്ടറിന്റെ ആയതുകൊണ്ട് ഇത് ഏത് തേർഡ് ക്വാർട്ടറിന്റെ ആയതുകൊണ്ട് ആരാ പോസിറ്റീവ്? ടാനാ പോസിറ്റീവ്. ഞാൻ എടുത്തിരുന്ന കോസ് ആണെങ്കിൽ ഇതിന് മുമ്പിൽ ഒരു മൈനസ്. ഇത്രയും നിങ്ങൾ മനസ്സിലായോ എന്ന് ആലോചിച്ച്. ഇത്ര എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു എസ് അങ്ങ് ഇട്ട് കൊടുത്തേ. ഇത്രയും ഞാൻ ചെയ്തത് എന്താ ഓരോന്ന് എങ്ങനെ ഇതിനെ ചെറുതാക്കി, ഇത്രയും കാര്യങ്ങൾ ചെയ്തത് മനസ്സിലായെങ്കിൽ ഒരു എസ് ഇട്ട് എല്ലാവരും. അല്ലെങ്കിൽ ഒന്നോട് പറഞ്ഞു തരണം എന്ന് സാറേ പറഞ്ഞാൽ ഞാൻ ഒന്നോടെ പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഡൗട്ട് ഇല്ലല്ലോ? ജോസഫിനൊക്കെ കേട്ടോ? ജോസഫിനൊക്കെ അറിയാത്? റഹൻ യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഏത് ക്വാർട്ടർ? അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും അപ്പൊ ഇതാണ് നമ്മുടെ കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റൂബൻ പറഞ്ഞ ഉത്തരത്തോട് ഞാൻ യോജിക്കായിരുന്നു. അപ്പൊ ഇത് മിസ്റ്റേക്ക് ഉണ്ടോ റൂബ? അതായത് ഇവിടെ പറയാം. അപ്പം കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 ഒരിക്കലും 7π/6 എടുക്കാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് കാര്യം മനസ്സിലായി. ഞാൻ തൂക്കുവാണ്, കാര്യം മനസ്സിലായി, തൂക്കുക. അപ്പോൾ ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 പകരം കിട്ടിയ ഒരു വാല്യൂ ആണ് ഈ കിടക്കുന്നത് അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാൻ പറഞ്ഞു? എന്നതാ? കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 പകരം എനിക്ക് എന്ത് π/6 ആ? എന്ത് π/6 ആ? എന്താടാ? എന്ത് π/6 ആ? മൈനസ് കോസ് π/6 എന്ന് കിട്ടുന്നു അല്ലെ? യെസ് ഓർ നോ? ശരിയല്ലേ?
അപ്പൊ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ കോസ് ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാൽ അത് മാറ്റാൻ ഇക്വേഷൻ പഠിപ്പിച്ചില്ലായിരുന്നോ? റൂബൻ മൈക്കോൺ ചെയ്ത് ഉത്തരം പറഞ്ഞേ. കോസ് ഇൻവേഴ്സിനകത്ത് എക്സിന് അവിടെ മൈനസ് വന്നാൽ എന്താ പഠിച്ചിരിക്കുന്നത്? കോസ് ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാൽ എന്താ പഠിച്ചിരിക്കുന്നത്? റൂബൻ റൂബന്റെ ക്ലാസ്സിലില്ലേ? കേൾക്കുന്നില്ല റൂബ? റൂബൻ പോയാ? സിഗ്നൽ ലോസ്റ്റ്. കാണാൻ പറ്റുന്നുണ്ടല്ലേ? സിഗ്നൽ ലോസ്റ്റ് ആണല്ലോ. നോക്കാം. അപ്പൊ കോസ് ഇൻവേഴ്സ് മൈനസ് വന്നാൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. എന്ത് മൈനസാ? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നാ പഠിപ്പിച്ചത്. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇവിടെ വരുമ്പോ പല രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇതിന്റെ വില കണ്ടുപിടിച്ച് ഇട്ട് കൊടുത്ത് വേണം ചെയ്യാം. ഞാൻ എന്റെ എളുപ്പത്തിന് പല രീതിയിൽ ചെയ്യാം. ഞാനിപ്പോ ചെയ്യുന്നത് കോസ് പൈ ബൈ 6 മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. കോസ് സൈൻ പൈ ബൈ 6 പകരം എന്ത് കിട്ടി? മൈനസ് കോസ് പൈ ബൈ 6 കിട്ടി. ഞാനത് ഇട്ട് കൊടുത്തു. അപ്പൊ കോസ് ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാൽ മൈനസ് മാറ്റണം. മൈനസ് മാറ്റുന്നത് എങ്ങനെയാ? പൈ മൈനസ് എത്രയാ? കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് പൈ ബൈ 6. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടി കാണും. അതായത് എന്ത് കിട്ടി? പൈ മൈനസ് കോസ് ഇൻവേഴ്സ്. കോസ് പറഞ്ഞു, ഉത്തരം ഇവിടെ എന്താ കിടക്കുന്നേ? പൈ ബൈ 6 എന്ന് കിട്ടും. ശരിയല്ലേ? കോസ് ഇൻവേഴ്സിനകത്ത് കോസ് വന്നാൽ ഇവിടെ കിടക്കുന്ന വാല്യൂ എഴുതാം. അതിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഒന്നിട്ട് കൊടുത്താൽ ഇവിടെ ഇങ്ങോട്ട് എത്ര പൈ? 1 × 6 എത്രയാ? 6. ഇങ്ങോട്ട് എടുക്കുമ്പോ എത്രയാ? 6 പൈ മൈനസ് 1 × പൈ എത്രയാ? പൈ. ഉത്തരം എന്ത് കിട്ടി? 5 പൈ ബൈ 6 എന്നാണ് ഉത്തരം. അതാണ് റൂപ ഞാൻ പറഞ്ഞ തെറ്റാന്ന് പറയാൻ കാര്യം. അങ്ങനെ ഓപ്ഷൻ ഇല്ലേ? 5 പൈ ബൈ 6 ഇല്ലേ? ഉണ്ടല്ലോ. സി ആണ് ഉത്തരം. സി. 5 പൈ ബൈ 6 എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തര റേഞ്ചിനകത്ത് വരുമോ? ഇനി 5 ബൈ 6 എന്ന് പറഞ്ഞാൽ 5 × പൈ ബൈ 6 30. 5 × 30 എന്ന് പറയുമ്പോൾ എത്രയാ? 150 ഡിഗ്രി. ശരിയാ? 0-നും 180-ക്കും ഇടയ്ക്കുള്ള ഒരു ഉത്തരമാണ് കിട്ടുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായോ എല്ലാവർക്കും? നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ടോ? ക്ലിയർ ആയി വല്ലതും ഉണ്ടോ കുട്ടികളെ? ഇസ് ഇറ്റ് ക്ലിയർ ടു യു ഓൾ ഓഫ് യു? യെസ്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. അപ്പൊ അത് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം മനസ്സിലാക്കാനായിട്ട്. ഒരു വലിയൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, വലിയൊരു ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ നിങ്ങൾക്ക് കുറച്ച് പേര് പഠിക്കാം. അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് എന്താ അഭിപ്രായത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ 15 എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15, ക്വസ്റ്റ്യൻ നമ്പർ 15 എടുത്തേ. ക്വസ്റ്റ്യൻ നമ്പർ 15 എടുത്തേ. ക്വസ്റ്റ്യൻ നമ്പർ 15 ഐ തിങ്ക് ഗായത്രി GS ആരാ? ഗ്ലോറിയ മൈക്ക് ഓൺ ചെയ്യുന്ന പോലെ ഇല്ല. എന്താ ഗ്ലോറിയ? MJ ആരാ? MJ 1 2 3 5 ഓക്കെ. ആമിയ വിളിച്ചില്ലല്ലോ. ആമിയ സ്പീക്ക് ഔട്ട്. ആമിയ. യെസ് ഹലോ. യെസ് ഗുഡ്. ആമിയ ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ഏതാ പറഞ്ഞു? ആമിയ ഇപ്പൊ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ ഏതാ പറഞ്ഞേ? 15. ക്വസ്റ്റ്യൻ 15 വായിച്ച ആമിയ. The principal value of sin inverse of sin 5 pi by 3. Sin inverse of sin 5 pi by 3 അല്ലേ? 5 ആണോ? 5 അല്ലേ? 5. യെസ്. അപ്പൊ ആൻസർ എന്ത് പറയാ ആമിയ? പറയാമോ? എന്താ ആൻസർ വരും? 5 pi by 3 എന്ന് പറയാൻ പറ്റുമോ ആമിയ? ഇല്ല. കാര്യം 5 pi by 3 എന്ന് പറഞ്ഞാ pi by 3 എന്ന് പറയുമ്പോ 60 അല്ലേ? അല്ലേ? 5 × 60 എന്ന് പറയുമ്പോൾ എത്രയാ? 6 300 ഡിഗ്രി ആയി. ഒരിക്കലും ഇല്ല. പറ്റുമോ? കാര്യം സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന റേഞ്ച് എവിടെ നിന്ന് എവിടെ വരെയാ? -π/2. അതെ. അപ്പൊ അത് ഒരിക്കലും വെരി ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അങ്ങനെ ഒരു അത് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സൈൻ പൈ ബൈ 3 എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സൈൻ പൈ ബൈ 3 ചെറുതാക്കണ്ടേ അല്ലേ? അപ്പൊ പറഞ്ഞോ എങ്ങനെ ചെയ്താക്കും? പറ. സൈൻ 5 പൈ ബൈ 3 ഈക്വൽ ടു പറഞ്ഞു സൈൻ ഓഫ് ടെക്നിക്ക് എന്താ? ഞാൻ പറഞ്ഞോളെ 3 അല്ലേ കിടക്കുന്നേ? ഇവിടെ കൊണ്ട് 3 ശരിയല്ലേ? എന്നിട്ട് ഇവിടെ പൈ ഇട്ടു. അപ്പം ഇവിടെ എത്ര പൈ ആയി? 3 പൈ. 3 പൈ എന്ത് കൂട്ടി? അപ്പൊ ഇവിടെ കിട്ടിയ വാല്യൂ നോക്കിക്കേ. എന്ത് ഇവിടെ കിട്ടുന്ന വാല്യൂ നോക്കിക്കേ. ആരാ കിടക്കുന്നേ? കൂടിയ വിലയല്ലേ? ആ വിലകളൊന്നും അല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്.
ആ മിടിക്ക്, വെരി ഗുഡ്. ഇവിടെ 2 പൈ ആക്കണം. അപ്പൊ 3 into 2 എത്ര പൈ ആയി? 6. 6 പൈ. 3 into 2 6 പൈന്ന് 1 പൈ കുറച്ചാൽ ഇവിടെ കിട്ടിയ വാല്യൂ അറിയാം. ഗുഡ്. അപ്പൊ ആൻസർ പറ. അപ്പൊ നമ്മൾ എഴുതി മുറിച്ചെഴുതാൻ പഠിച്ചു, മുറിക്കാൻ പഠിച്ചു. എങ്ങനെ? 5 പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 പൈ മൈനസ് 5 ബൈ 3. അപ്പൊ ആമി ആൻസർ പറഞ്ഞു 2 പൈ മൈനസ് 5 ബൈ 3 എന്തായിരിക്കും? മൈനസ് എങ്ങനെ പറഞ്ഞ? നീ ആലോചിച്ചാണോ പറഞ്ഞേ? ചുമ്മാ പറയുന്നതാണോ? അത് തന്നെ, വെരി ഗുഡ്. അതായത് അത് തന്നെ. അപ്പം ഉറപ്പായിട്ടൊരു കാര്യം ഉറപ്പാണ്, സൈൻ 2 പൈ മൈനസ് 5 ബൈ 3 എന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ ആണെങ്കിൽ ഇവിടെ സൈൻ ആയിരിക്കും, ഇവിടുത്തെ 5 ബൈ 3 ഇവിടുത്തെ 5 ബൈ 3 ആയിരിക്കും. അത് മാറ്റിയില്ല. പക്ഷെ പിന്നെ നോക്കട്ടെ, ഏത് ക്വാർട്ടറിനെന്ന് ആലോചിക്കുമ്പോൾ 2 പൈ കിടക്കുന്നത് ഇവിടെയാ. 2 പൈ കണ്ട, 2 പൈ കിടക്കുന്നത് ഇവിടെയാ. അപ്പം ഇങ്ങനെ ഇറങ്ങി ഇവിടെ വരെ 2 പൈ ആയി. 2 പൈ പ്ലസ് അല്ലല്ലോ, മുന്നോട്ടല്ല പോണം, മൈനസ് ആണ്. അപ്പം 4th ആണ്. 4th ആരാണ്? സി ആണ്. കോസ് ആ പോസിറ്റീവ് അല്ലെ? സിക്കും. അപ്പൊ ഉറപ്പായിട്ട് ഇവിടെ മൈനസ്. വെരി ഗുഡ്. അപ്പൊ ഉത്തരം ആൻസർ പറഞ്ഞു. ആൻസർ അപ്പൊ എന്ത് വരും? ആൻസർ എന്ത് വരും? എന്ത് വരും? ഇങ്ങനെ അപ്പൊ നമ്മൾ ചോദ്യം എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് എന്താ? സൈൻ 5 പൈ ബൈ 3ക്ക് പകരം എന്ത് പൈ ബൈ 3 ആ? 5 ബൈ 3. അപ്പൊ ആൻസർ എന്ത് വരും? അറിയാലോ? മൈനസ്. അതായത് സൈൻ ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? മൈനസ് സൈൻ ഇൻവേഴ്സ് 6 എന്നാ പഠിച്ചത്. അപ്പൊ ഇവിടുത്തെ മൈനസ് ഫ്രണ്ടിൽ വരുന്നത് മാത്രം. അപ്പൊ മൈനസ് പുറത്തു പോയാൽ മൈനസ് പുറത്തു പോയി. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ ബൈ 3. The answer is minus pi. Good, very good. Therefore you can get the answer of which option? Option number ഇതിന് എസ് എന്ന് കിടക്കുന്നത് അത് പൈ ആണ് കേട്ടോ കുട്ടികളെ, എസ് അല്ല. മിസ്റ്റേക്ക് ആണ്, അതെല്ലാം പൈ ആണ്. അപ്പൊ മൈനസ് 5 ബൈ 3 ഓപ്ഷൻ ഇല്ലേ? ഉണ്ടല്ലോ. ഓപ്ഷൻ സി is the answer. And therefore if it's clear to you all, ഇത്രയും ക്ലിയർ ആണെങ്കിൽ you have to do from question number, ഹോംവർക്ക് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ്. Question number 20, question number 20, 21, 22 and 23 is an assignment. ഇത്രയും തന്നിരിക്കുന്നത് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ. ഞാൻ എഴുതി വെക്കുന്നത് എനിക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. എഴുതി വേണം വെച്ചോ. ഞാൻ അസൈൻമെന്റിന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇട്ട് തരണം, എന്നാൽ അസൈൻമെന്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അസൈൻമെന്റ് നിങ്ങൾ ചെയ്യേണ്ടത്. 4, 6, 20, 23. ഓക്കെ, അത്രയും ചെയ്യുന്നു. ഇത്രയും ക്ലിയർ ആയാലേ കുട്ടികളെ? പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 25 ഒന്ന് എഴുതിയ. ക്വസ്റ്റ്യൻ നമ്പർ 25 ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ ഒരു കോംപ്ലിക്കേഷൻ സാധനം വരുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, യെസ്. ഇത് തൂത്തോടെ ഇതെല്ലാം എല്ലാവർക്കും ഇത് ക്ലിയർ ആണെങ്കിൽ റെസിറ്റ് എല്ലാവരും മെസ്സേജ് ഉണ്ട്. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എല്ലാവരും ലിസ്റ്റ് പറയുന്നുണ്ട്. ക്ലിയർ ടു യു എവരി. എല്ലാവരും എത്ര പേരുണ്ട്? 25 പേരുണ്ട്. 25 പേര് രസമാണ്. എനിക്ക് റീസൊക്കെ ക്ലാസ്സിലുണ്ട്. മിണ്ടായിരിക്കുക കള്ളി. ബാക്കി അൻസ, ലിയോൺ, റെഹൻ, ഐശ്വര്യ, ടോമിൻ, ജുജു, ഗ്ലോറിയയുടെ മെസ്സേജ് ആണെന്നല്ലോ. സാൻഡ്ര, റൂബൻ, ജോർജ് മാത്യു, കെവിൻ, ബിനു, റോൺ ഷാജൻ, നാദാമിയ. ഗുഡ്. യെസ്. ഓക്കെ, ഗുഡ്. മെർവിൻ, ഇനി മെർവിനിലേക്ക് പോവാണ്. മെർവിനെ ഞാൻ വിളിച്ചിരുന്നു. മെർവിൻ മരിയ ആന്റണി. മെർവിൻ, സ്പീക്ക് ഔട്ട്. ഗുഡ്. അയ്യോ, ക്വസ്റ്റ്യൻ നമ്പർ വിച്ച് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പറഞ്ഞു? ക്വസ്റ്റ്യൻ നമ്പർ 25 ഒന്ന് വായിച്ചേ. Sin inverse. Sin root 2 pi by 7. Perfect. Plus cos inverse cos 5 pi by 3. Okay. Plus tan inverse tan of 5 pi by 7. 5 pi by tan of tan inverse 5 pi by 7. Okay. Tan inverse tan of. Oh, very good. Okay, then plus. Sin inverse cos 2. Sin inverse of cos 2. ഇതാണ് അവിടെ കിടക്കുന്ന ചോദ്യം. മെർവിൻ വിചാരിച്ചു സാർ എന്ത് പരിപാടി കാണിച്ചേ, ഇത്ര നേരം ഒറ്റയ്ക്ക് കിടക്കുന്ന സാധനത്തിന് ഇതിപ്പോ നിരത്തി പിടിച്ച് 1, 2, 3, 4 അല്ലെ? അല്ലേ മെർവിനെ? അല്ലെ? നിരത്തി പിടിച്ചെടുക്കുക 4. പക്ഷെ ഇത് JEE ക്വസ്റ്റ്യൻ ആണ്. സമയം എടുക്കും ചെയ്യാനായിട്ട്. പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ചെയ്യേണ്ട എന്താ ചോദിച്ചാൽ എനിക്ക് വലിയ കോംപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യുന്ന എനിക്ക് വിശ്വാസമുണ്ട്. ഇതും ഇത് ചെയ്യത്തില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. വിശ്വാസമല്ല, ചെയ്യത്തില്ല എന്നൊരു ഡൗട്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ വരാൻ കാര്യം എന്താണെന്ന് പറയാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്യും,
പക്ഷെ അവിടെ ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യം മനസ്സിലാക്കും. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാല് ഞാൻ പറയാം. ഇവിടെ തുടങ്ങാം. ഇപ്പം ഓരോന്ന് പിടിക്കാം. ഇപ്പൊ മെർവിൻ തന്നെ ആയിക്കോട്ടെ. മെർവിൻ എല്ലാം ഞാൻ ചോദിക്കുന്നില്ല, മെർവിൻ ആദ്യത്തെ മാത്രം. സൈൻ വേഴ്സ് ഓഫ് സൈൻ 22 പൈ ഇത്രയും നേരം പഠിച്ചു നമുക്ക് പെട്ടെന്ന് അങ്ങ് പോയാലോ? പറ എന്തെങ്കിലും പറ. വെരി ഗുഡ്. ഇവിടെ 7 ഇട്ടു, ഇവിടെ 3 പൈ അല്ലെ? 7 into 3 21. വെരി ഗുഡ്, പെർഫെക്റ്റ്. ഓക്കെ, ഗുഡ്. Then what will be the answer for that one? 5/7. Sin inverse of sin എന്താ? Sin 5/7. ശരിയാണോ? അല്ലല്ലോ, ഒരു മിസ്റ്റേക്ക് ഇല്ലേ? sin 5/7 ആണോ വരുന്നത്? അതെ. കാര്യം 3 പൈ കിടക്കുന്നത് ഇവിടെയാണ്. 3 പൈ പ്ലസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകും, തേർഡ് വരും. തേർഡ് അതല്ല ടാൻ, അപ്പൊ മൈനസ് വരും. അപ്പൊ ഉറപ്പായിട്ടും സൈൻ അത് മൈനസ് വന്നാൽ ഇവിടെ ഉത്തരം -5/7. വെരി ഗുഡ്. യു ക്യാൻ ഗോ. മരിയ ജോയിക്ക് ഒരു ചാൻസ് ആയിരുന്നു മൈക്ക് ഓൺ ചെയ്യാൻ. മരിയ ജോയ് ഓൺ ആക്കിയില്ലെങ്കിൽ ഞാൻ പിടിക്കും. മരിയ ജോയ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളാണല്ലോ. MJ ഉണ്ടല്ലോ എപ്പോഴും. മൈക്കിന് പ്രശ്നമുണ്ടോ? മരിയ ജോയ് മൈക്കിന് പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഈ സമയം കളയുന്നില്ല. അടുത്ത കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 5π/3 നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ അറിയാൻ സമയം കളയുന്നില്ല. എന്ത് ചെയ്തു? കോസ് ഇൻവേഴ്സ് ഓഫ് എത്രയാ? കോസ് ഞാൻ പെട്ടെന്ന് ഞാൻ കാര്യം ഇപ്പൊ പറഞ്ഞു തന്നല്ലോ ഓൾറെഡി. ഇവിടെ 3 ആയി, ഇവിടെ പൈ. 3 into പൈ എത്ര പൈ? 3 പൈ പോരാ. 3 into 2 എത്ര പൈ? 6 പൈ. 6 പൈ ഒരു പൈ കുറച്ചാൽ മതി. കറക്റ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് കിട്ടി? കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എന്താ? 2π - π/3 എന്ന് പറയുമ്പോൾ cos π/3 ആണ്. മൈനസ് ഇല്ല, കാര്യം 2π കിടക്കുന്നത് ഇവിടെയാണ്. എവിടെ? ഈ സ്ഥാനത്ത് 2π കിടക്കുക. 2π ഇവിടെ വരെ എത്തി. 2π മൈനസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്. അപ്പൊ 4th വരും. 4th കോസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ മൈനസും പ്ലസ് ഒന്നും ഇട്ട് കൊടുത്തില്ല. അപ്പൊ ഇതിന്റെ ഉത്തരം കോസിനകത്ത് കോസ് തന്നെ വന്നുകൊണ്ട് π/3 അതിന്റെ ഉത്തരം വരും. ഇനി ഒരുത്തം കൂടി കിടപ്പില്ല, 2 കൂടി കിടപ്പുണ്ട്. അടുത്ത ഒരാളോട് തന്നെ ആരാ പറയാ? ലിയോൺ ഞാൻ ചോദിച്ചില്ല, പേര് വിളിച്ചോളൂ. ലിയോൺ മൈക്ക് ഓൺ ചെയ്തേ. പറടാ. tan inverse of tan 5/7 പറ. എങ്ങനെ ചെയ്യുന്നേ? tan inverse of എത്രയാ? tan പറ. ഇത് രീതി ഞാൻ പറഞ്ഞില്ലേ? 5π/7 എന്താ ചെയ്യാ? പറ. ഇവിടെ കൊണ്ട് എന്തിട്ട് കൊടുത്തു? 7 ഇട്ട് കൊടുത്തു. ഇവിടെ പൈ. അപ്പൊ എത്ര പൈ? 7 into പൈ 7 പൈ അല്ലേ? എന്നിട്ട് 7 പൈ എന്ത് ചെയ്താൽ മതി? എന്ത് കുറച്ചാൽ മതി? -2π കുഴപ്പമില്ല. 2π/7 എന്ന് പറയുമ്പോ അറിയാലോ ഭയങ്കര കുറഞ്ഞ വാല്യൂ അല്ലേ? നിനക്ക് മനസ്സിലായില്ല ഇപ്പോഴോ? എങ്ങനെയാ മുറിക്കുന്ന ഐഡിയ കിട്ടിയില്ലടാ. ഈ 5π അതിന് എളുപ്പത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ 5π/7 എന്ന് പറയുമ്പോൾ ഇവിടെ കൊണ്ട് ഒരു 7 അങ്ങ് ഇട്ട് കൊടുക്കണം അടിയിൽ. എന്നിട്ട് ഇവിടെ കൊണ്ട് പൈ ഇടണം. അപ്പൊ കോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 into പൈ എത്ര പൈ? 7 പൈ. 5π ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 2π കുറച്ചേക്കണം, മാത്രമേ ഉള്ളൂ. അപ്പം tan π മൈനസ്, അപ്പൊ എന്ത് കിട്ടും പറ? tan ഇൻവേഴ്സ് ഓഫ് എന്ത് കിട്ടും പറ? tan π - 2π/7 എത്രയായിരിക്കും? 2π/7 കണ്ടുപോയി. 2π/7. അപ്പൊ tan 2π/7 ശരിയാണോ? അല്ലല്ലോ ലിയോണെ, ഒരു പ്രശ്നമുണ്ടല്ലോ. കാര്യം ശ്രദ്ധിച്ചേ, എന്ത് മൈനസാ? പൈ മൈനസ് എന്നാ. പൈ എവിടെ കിടക്കുന്നത്? ഇവിടെയല്ലേ പൈ കിടക്കുന്നത്? ആണോ ഇല്ലയോ? -2π/7. അപ്പൊ ആൻസർ എന്ത് കിട്ടും? tan ഇൻവേഴ്സ് മൈനസ് വന്നാൽ -20 വരും. മൈനസ് ഉത്തരത്തിലേക്ക് 2π/7 കിട്ടും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? മനസ്സിലായി. ഇനി അപ്പൊ ഇത് മൂന്നും നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസത്തോടെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ കിടക്കുന്നതിന്റെ ഉത്തരം ഞാൻ മേലോട്ട് എഴുതാം. ഈ കിടക്കുന്ന ഉത്തരം -π/7, ഈ കിടക്കുന്നതിന്റെ ഉത്തരം +π/3, ഈ കിടക്കുന്ന ഉത്തരം -2π/7. അടുത്തത് എന്താ കിടക്കുന്നത്? കണ്ടോ? -2π/7 പറഞ്ഞു. യെസ്. അടുത്തത് എന്താ കിടക്കുന്നത്? ആർക്കെങ്കിലും പറയാം? എനി വൺ ഓഫ് യു എന്താ ചെയ്യാ? ലിസ്റ്റിനോട് ചോദിക്കാം. ലിസ്റ്റ് ഞാൻ തൂക്കുവാണ് ഇത്രയും. ലിസ്റ്റ് എന്ന് പറഞ്ഞടാ. സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് 2 എന്ത് വരും? സൈൻ ഇൻവേഴ്സ്
എന്നാടി കേട്ടില്ല? തീർച്ചയായിട്ടും അവർ പറഞ്ഞ കാര്യമാണ്. ട്രയാങ്കിൾ വരച്ചാണോ ചെയ്യുന്നത്? തീർച്ചയായും ട്രയാങ്കിൾ വരച്ച് ചെയ്യാൻ പറ്റും. കാര്യം സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ സൈൻ തന്നെ പറഞ്ഞു. ദാറ്റ്സ് ലോജിക്. അപ്പൊ ഞാൻ എഴുതാം സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് 2 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് 2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ട്രയാങ്കിൾ വരച്ച് ചെയ്യാം എന്നുള്ളതിനേക്കാൾ ഉപരി ട്രയാങ്കിൾ വരച്ച് ചെയ്യാൻ കോസ് 2 ആകുമ്പോൾ എന്താ കോസ് 2. അപ്പൊ അതെങ്ങനെ കോസ് 2 എങ്ങനെ സൈൻ ഇൻവേഴ്സ് അതെങ്ങനെ ചെയ്യാ? ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാൻ പറ്റുക? പറ്റത്തില്ല. ഓക്കെ, പറ്റത്തില്ല. ദെൻ ആർക്കെങ്കിലും എനിവൺ ആലോചിച്ചേ. നേരിട്ടായിരുന്നു ഞാൻ മുട്ടായി എടുത്ത് തന്നെ, ഡയറി മിൽക്ക് എടുത്ത് തന്നെ. ആലോചിച്ച് പറഞ്ഞു പെട്ടെന്ന്. സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് 2 എന്ത് ചെയ്യും? ഉത്തരം നോക്ക്, പുറകെ പോയി കോപ്പി അടിക്കല്ലേ. ആർക്കെങ്കിലും പറയാമോ? Any one of you, please speak out. എന്താ ചെയ്യാ എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഞാൻ മേലെ എഴുതിയിട്ടുണ്ടേ. എടാ സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്ന് വന്നാല് ഇങ്ങനെ വന്നാൽ ട്രയാങ്കിൾ വരച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കോസിനെ സൈൻ ആക്കാലോ. എങ്ങനെ സാറേ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ. കോസ് എക്സിനെ വേണമെങ്കിൽ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്നാക്കാം. യെസ് ഓർ നോ? ശരിയല്ലേ? പ്രധാനപ്പെട്ട റിസൾട്ട് അല്ലേ സൈൻ കോസ് ആക്കാൻ. കോസിനെ സൈൻ ആക്കാം, ടാനെ കോട്ടാക്കാം, കോട്ടിനെ ടാൻ ആക്കാം, കൊസീക്കാക്കാം, കൊസീക്കിനെ സീക്കാക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കോസ് എക്സിനെ എങ്ങനെയാക്കാം? സൈൻ എന്ത് ചെയ്താൽ മതി? പൈ ബൈ 2 മൈനസ് എക്സ് എന്നാക്കിയാ പോരെ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Is that clear to you? Yes or no? If it's clear, I need a from all of you. Is that clear? I need a message ചെയ്തേ. പറയാനില്ലായിരുന്നു. ഓക്കെ, ഗുഡ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് സൈൻ തന്നെ വന്നോണ്ട് ഉത്തരം എന്ത് പറയാൻ പറ്റും? പൈ ബൈ 2 മൈനസ് എക്സ് എന്നായിരിക്കും ഇതിന് ആൻസർ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ when you go to the question here, സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് 2 എന്ന് പറഞ്ഞാൽ എനിക്കതിനെ സൈൻ ഇൻവേഴ്സ് ഓഫ് cos 2 can be written as sin pi by 2 minus 2. Here 2 is not degree, 2 means it is radian. 2 is a radian, 2 radian എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് എന്താ അറിയാവോ? ഞാൻ പറയാം. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ഉത്തരം എത്ര കിട്ടി? പൈ ബൈ 2 മൈനസ് 2 എന്ന് കിട്ടി. പൈ ബൈ 2 മൈനസ് 2. മനസ്സിലായോ? ക്ലിയർ ആയോ? സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് 2 എന്ന് പറഞ്ഞാൽ കോസ് 2 സൈൻ പൈ ബൈ 2 മൈനസ് 2. അപ്പൊ സൈൻ ഇൻവേഴ്സിനകത്ത് സൈൻ എന്ന് വന്നപ്പോൾ എത്ര കിട്ടി? പൈ ബൈ 2. ഈ കിട്ടുന്ന ഉത്തരം പൈ ബൈ 2 മൈനസ് 2 എന്ന് പറഞ്ഞ ഉറപ്പായിട്ടും മൈനസ് 90 ഡിഗ്രി റേഡിയൻ പറയുമ്പോൾ എത്രയാ? മൈനസ് പൈ ബൈ 2നും പ്ലസ് പൈ ബൈ 2നും ഇടയ്ക്കുള്ളതാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാ ആംഗിളുകളും ഈ പറയുന്ന ഇവന് ഏതാ ഞാൻ കാർട്ടൂഫി കളിക്കുന്നത് ഈ രണ്ടെണ്ണത്തിന്റെയും ഇടയ്ക്കുള്ളതാ കിടക്കുന്നത്. യെസ് ഓർ നോ? ഏത്? ഇത് മൈനസ് 90ക്കും പ്ലസ് 90ക്കും ഇടയ്ക്കുള്ള വിലയാ. ഇത് 0ക്കും 180ക്കും ഇടയ്ക്കുള്ള വിലയാ. ഇത് മൈനസ് 90ക്കും പ്ലസ് 90ക്കും ഇടയ്ക്കുള്ള വിലയാ. അപ്പൊ ഇതും മൈനസ് 90ക്കും പ്ലസ് 90ക്കും ഇടയ്ക്കുള്ളതാണോ എന്ന് മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബോധ്യം കാണും. പൈ എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ഉദ്ദേശിക്കുന്നത് വാല്യൂ 3.14 ആണ്. അപ്പൊ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം കിട്ടുന്നത് 3.14 ഡിവൈഡ് ബൈ 2 ചെയ്താൽ 2 1s are 2, remainder point here, you put 5 here. Yes or no? Yes or no? 11 here, about 10 here, you will give 14. So 1.57 ആണ് ഈ കിടക്കുന്ന പൈ ബൈ 2. 1.57 -2 കുറച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെ തൊട്ട് എവിടെ വരെയാ? മൈനസ് പൈ ബൈ 2 തൊട്ട് പ്ലസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയനിൽ പറയും. അതിന്റെ വാല്യൂ നമ്പർ വൈസ് പറയുമ്പോൾ ദിസ് ഈസ് 1.57 to 1.57 മനസ്സിലാക്കാൻ ഇനി പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കുറയ്ക്കണം. നോക്കിക്കേ, 1.57ന് 2 കുറച്ചാൽ എങ്ങനെയായാലും ഈ പറയുന്നതിന് ഇടയ്ക്കുള്ളതായിരിക്കും. അതുകൊണ്ട് ഇത് കറക്റ്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് പൈ ബൈ 2 -2. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പ്രധാനപ്പെട്ടതാണ് ഈ നമ്പർ വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. പലരും ചെയ്യാൻ കാണിച്ചില്ല. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഈ 2 വെച്ച് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എവിടെയോ ഞാൻ കണ്ടായിരുന്നു. എവിടെയാന്ന് ചോദിച്ചാൽ തപ്പി പിടിക്കണം. ഇവിടെ കിടപ്പുണ്ടാവും ക്വസ്റ്റ്യനൊക്കെ ഉള്ള ഈ നമ്പർ വരുന്ന ക്വസ്റ്റ്യൻസ്. അതായത് റേഡിയൻ ഇപ്പം പൈ വെച്ച് കിടക്കുന്ന റേഡിയനാണ്. അല്ലാതെ ഈ നമ്പർ കേട്ട് വന്നാലും അത് റേഡിയൻ തന്നെയാണ്. പക്ഷെ അത് മനസ്സിലാക്കണം അത് എവിടെയാണ് കിടക്കുന്നുള്ളത്.
അതെന്ത് ക്വസ്റ്റ്യൻ കണ്ടില്ല, നോക്കാം എവിടെയെങ്കിലും കാണുമായിരിക്കും. അപ്പൊ തൽക്കാലം മനസ്സിലാക്കാം സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് 2, അതായത് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല, പറ്റാത്തത് കൊണ്ട് അറിഞ്ഞിരിക്കുക കോസിനെ സൈൻ ആക്കാൻ സൈൻ π/2 -2. അപ്പൊ നമുക്ക് π/2 -2 എന്ന് എഴുതാം. നീ റൂൾ അനുസരിച്ച് കഴിഞ്ഞ സൈൻ ഇൻവേഴ്സിനകത്ത് സൈൻ തന്നെ വന്നാൽ π/2 -2 അല്ലേ. അപ്പൊ ആ കിടക്കുന്നത് നമ്മുടെ ഈ റേഞ്ചിനുള്ളിലാണോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പൊ അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് പൈ മീൻസ് 3.5 റേഡിയൻ ഉദ്ദേശിക്കുന്നത് നമ്പർ ആയിട്ട് വാല്യൂ വെച്ച് പറയുമ്പോൾ ഇത് 3.14. π/2 എത്രയാണെന്ന് ചോദിച്ചാൽ 1.57. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം 1.57 മൈനസ് എത്രയാ 2 ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി സംതിങ് എത്രയാ 1.57. 1 2 പോയാൽ തന്നെ 0.50 അല്ല, 1 2 പോയാൽ തന്നെ 50 ആണ്. അരയാ മിച്ചം, എന്താ മൈനസ് അര. യെസ് ഓർ നോ? അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിനകത്ത് ഉറപ്പായിട്ടും ഈ പറയുന്ന രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്കുള്ള വിലയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നിനക്ക് ഇതിവിടെ എടുക്കാം എന്ന് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് ഇങ്ങനെ വരും -π/7 പ്ലസ് π/3 മൈനസ് 2π/7 പ്ലസ് π/2 -2 എന്ന് പറഞ്ഞ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഇവിടുത്തെ ആൻസർ. ഈസ് ഇറ്റ് ക്ലിയർ ടു യു ഓൾ ഓഫ് യു? എല്ലാവർക്കും ഇത് മനസ്സിലായോ? ചെയ്തത് മനസ്സിലായോ? എനിക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പാണ്. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്പർ വലിയ ദാറ്റ് മീൻസ് നമ്പർ 2 മീൻസ് 2 റേഡിയൻ. 2 റേഡിയൻ മീൻസ് എന്താണെന്ന് വെച്ചാൽ 2 ഒരു വാല്യൂ ആണ്. അപ്പം നമ്മൾ പൈ വെച്ചാ പഠിക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പൈ മീൻസ് 3.14. അപ്പൊ π/2 എന്ന് പറഞ്ഞാൽ നമ്പർ വാല്യൂ വെച്ച് വരുമ്പോൾ -1.57 -1.57 ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കണം നമ്പർ വെച്ച് പറയുമ്പോൾ. ഈസ് ആർ ക്ലിയർ? ദെൻ ഐ നീഡ് ആൻ എസ്. എല്ലാവരും എസ് ഇട്ടേ. പലതും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, വിട്ടുപോയാലോ? യെസ്, ഗുഡ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ. കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പറ ഇത് രണ്ടും -π/7 -2π/7. അപ്പൊ 7 അടിയിടാം. -π -3π/7. π/3 ഇത് π/3 പ്ലസ് π/2. അപ്പൊ മിച്ചം കിടക്കുന്ന π/3 പ്ലസ് എത്രയാ π/2 -2. ശരിയല്ലേ? അപ്പൊ ഒന്നെങ്കിൽ ഇത്രയും കിടക്കുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം LC എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം 7 LC എടുക്കുമ്പോൾ 7 × 3 21 21 × 2 എത്ര കിട്ടി? 42 ആണ് LCM വരുന്നത്. 42 ആണ് LCM. അപ്പൊ LCM വരുമ്പോഴത്തേക്കും എന്ത് വരും എന്ന് ചോദിച്ചാൽ you take the LCM right 42 here 42. അപ്പൊ ഇവിടെ അറിയാലോ LC എടുക്കുമ്പോൾ അറിയാലോ എന്താ ചെയ്യുന്നത്. 42 × നോക്കുക. ഇവിടെ വരുമ്പോൾ എത്രയാ 42 വരുമ്പോൾ എത്രയാ 7 6. അപ്പൊ 6 × 3 -18π പ്ലസ് ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ 42 എടുക്കുമ്പോൾ ശരിയല്ല. 42 എടുക്കുമ്പോൾ എന്താ വരുന്നത്? ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ വേണ്ട 3 ചെയ്യുമ്പോൾ എത്ര? this is equal to 1 and 6 equal to 16π. ശരിയല്ലേ? 42 ചെയ്യുമ്പോൾ ആണോ അല്ലയോ 16π. ഇവിടെ 42 ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എത്രയാ 21 പ്ലസ് 21π. ഓക്കെ, ആൻസറിനകത്ത് എങ്ങനെ ഓപ്ഷൻ നോക്കി? ആൻസർ നോക്കിക്കേ. ഞാൻ ഓപ്ഷൻ നോക്കിയില്ല, -2 എടുത്തില്ല. അപ്പൊ -2 മാറ്റി വെക്കാം. അപ്പൊ അങ്ങനെ എത്ര കിട്ടി? ആൻസർ എത്ര കിട്ടും നോക്കിക്കേ. 16 + 21 which is equal to 16 + 21 എന്ന് പറയുമ്പോൾ it is equal to what is that 16 21 yeah this 7 this 37 37 ന് 18 പോയാ 37 - 18 എന്താ ആൻസർ കിട്ടുക? 37 - 18 എത്ര കിട്ടുക? 37 10 പോയാൽ തന്നെ it is equal to ശരിയാണോ? മിസ്റ്റേക്ക് ഉണ്ടോ? ശരിയാണോ ചെയ്തേ? മിസ്റ്റേക്ക് ഉണ്ടോ? 2 × 21 21π 37. ആൻസർ എത്ര കിട്ടിയ കുട്ടികളെ? ചെയ്തോ നിങ്ങള്? any one of you? ഓപ്ഷൻ എ ആണ് ആൻസർ. 17π 17π/42 -2. That's it. ശരിയാണോ ചെയ്തേ? മിസ്റ്റേക്ക് ഉണ്ടോ? 42 LC എടുത്തു. അല്ലെങ്കിൽ ഇതൊന്നും കൂടി 5π/6 ആക്കിയാലും മതിയായിരുന്നു. 76 42 ചെയ്താലും മതിയായിരുന്നു. എന്നിട്ടൊന്നുമില്ലല്ലോ. ഇതാ ക്ലിയർ? യെസ് ഓർ നോ? ശരിയല്ലേ? യാ ഓക്കെ ഗുഡ്. എല്ലാവർക്കും കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് നിങ്ങൾ റേഡിയനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് ബേസ് ചെയ്ത് ഒരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനാന്ന് ചോദിച്ചാൽ ഈ പൈ വെച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് പറയുവാണെങ്കിൽ എങ്ങനെ പറയാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കണ്ടുകൊണ്ട് പെടുന്നുമില്ല. ഇപ്പം പറയുവാണെങ്കിൽ ഞാൻ എന്റെ രീതിയിൽ ക്വസ്റ്റ്യൻ പറയും. ചുമ്മാ പറയാണ്, ഞാൻ അബിയാണ്. നോക്കിക്കേ, ഇപ്പൊ ഈ കിടക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഇപ്പം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 എന്ന് ചോദിച്ചാൽ
സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 എന്ന് ചോദിച്ചാൽ ആൻസർ എത്രയായിരിക്കും? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 എന്തായിരിക്കും ആൻസർ വരിക? വാട്ട് വിൽ ബി ദി ആൻസർ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 എത്രയായിരിക്കും? എന്തായിരിക്കും പറയാൻ പറ്റുക? പറയാൻ പറ്റുമോ? നികിത മാത്യു, ക്യാൻ യു ടെൽ ദി ആൻസർ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 എന്ന് പറഞ്ഞാൽ എന്ത് വരുമായിരിക്കും? 2. ആൻസർ 2 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം എന്താ പ്രശ്നം പറയാമോ? അതായത് സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് കിടക്കുന്നത് -π/2 +π/2 ഇടയ്ക്കാണ്. അപ്പൊ ഇവിടെ 2 വന്നപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണ് π/2? ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1.57 -1.57 1.57. ഇതിന്റെ ഇടയ്ക്കല്ലല്ലോ 2 കിടക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കല്ലല്ലോ 2 കിടക്കുന്നത്. സി മനസ്സിലായോ പറഞ്ഞേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ, അതാ ഞാൻ പറഞ്ഞ ആ ഡൊമൈനും റേഞ്ചും പറഞ്ഞ ആ കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാര്യം ഇതുപോലുള്ള പ്രോബ്ലം നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വസ്തുത. അപ്പോ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 എന്ന് ചോദിച്ചാൽ ഉത്തരം 2 എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് റീസൺ ഇത്രേ ഉള്ളൂ. ബിക്കോസ് 2 കിടക്കുന്നത് -90 +90 ഡിഗ്രി വെച്ചല്ല. 2 ഡിഗ്രി അല്ല, 2 ഇസ് എ റേഡിയൻ. മനസ്സിലാക്കുക, 2 വാല്യൂ ആണ്. 1 റേഡിയൻ 2 റേഡിയൻ എന്ന് പറയും. അത് ഡിഗ്രി ഇടുന്നായിരുന്നു, 1 ഡിഗ്രി എന്ന് പറയണായിരുന്നു. 2 ചുമ്മാ കിടന്നാൽ അതിനർത്ഥം ഇറ്റ് ഇസ് എ റേഡിയൻ. അപ്പോ എന്ത് മനസ്സിലാക്കണം? ഈ 2 എന്ന് പറയാൻ പറ്റാത്തതിന്റെ കാര്യം അത് ഉറപ്പായിട്ട് എന്തിന്റെ ഇടയ്ക്ക് കിടപ്പില്ല? -1.57 +1.57 ഇടയ്ക്കല്ല ഈ വാല്യൂ കിടക്കുന്നത്. മനസ്സിലാക്കുക. ഇത് ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അപ്പൊ ചെയ്യേണ്ട പരിപാടി ഇതാണ്. സൈൻ 2 ചെറുതാക്കണം. എങ്ങനെ ചെറുതാക്കുമെന്ന് ചോദിച്ചാൽ സൈൻ π-2 എന്ന് ഞാൻ എഴുതിയാൽ ആലോചിച്ചേ, വാട്ട് ഈസ് സൈൻ π-2? സൈൻ 2 തന്നെയല്ലേ? യെസ് ഓർ നോ? കാര്യം നിയമം അനുസരിച്ച് പൈ എന്ന് പറഞ്ഞാൽ പൈക്ക് ചെയ്യുന്നില്ല. സൈൻ π മൈനസ് ഓഫ് ദിസ് കിടക്കുന്ന 2 എന്ന് പറഞ്ഞാൽ പൈ എത്രയാ? 3.14. 3.14 എന്ന് ആരെ കുറച്ചു? 2 കുറച്ചാൽ എത്ര കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1.14 സംതിങ് കിട്ടും. അപ്പൊ ഉറപ്പായിട്ടും ഈ റേഞ്ചിനുള്ളിൽ വരും. അപ്പൊ അതിന്റെ ആൻസർ π-2 എന്നായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. മനസ്സിലായോ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയാൻ പറ്റാത്തതിന്റെ കാര്യം ഈ റേഞ്ചിനല്ല കിടക്കുന്നത്. 2 എന്ന് പറഞ്ഞ റേഡിയനാ എന്ന് പറയുമ്പോൾ -1.57 പിന്നെ എത്രയാ? +1.57 ഇടയ്ക്കായിരിക്കണം. അതുകൊണ്ട് തന്നെ സൈൻ 2 എങ്ങനെ എഴുതേണ്ടി വരും? സൈൻ π-2 എന്ന് എഴുതേണ്ടി വരും. എന്തുകൊണ്ടാ? കാര്യം സൈൻ 2 അതേ കോൺസെപ്റ്റ് ആണല്ലോ π-2 കാണിക്കുന്നത്. അപ്പം സൈൻ π-2 എന്ന് പറഞ്ഞാൽ അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π-2 യു ക്യാൻ റൈറ്റ് ആസ് എത്ര എന്ത് പറയാൻ പറ്റും? π-2 എന്ന് പറയാം. ബിക്കോസ് പൈ മീൻസ് 3.14. 3.14 ഇന്ന് 2 കുറച്ചാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1.14. 1.14 എന്ന് പറഞ്ഞാൽ ഇതിന് അകത്തുള്ള ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് ഇതിന്റെ ഉത്തരം π-2 എന്നായിരിക്കും. അത് ബന്ധപ്പെട്ട വല്ല ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇത്രയും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? ഈസ് ഇറ്റ് ക്ലിയർ ടു യു ഓൾ? കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി അടുത്ത ഒരു ക്ലാസ് വരെ വേണ്ടി വരും നമുക്ക് ബാക്കി സെക്ഷൻസ് തീർക്കാനായിട്ട്. ഇത്രയും ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ ടു യു ഓൾ? യെസ്. 12 ആ സമയത്ത് 28ആയി. ഓക്കെ, അപ്പൊ ഇനി കൂടെ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്ര മതി. ഇനി കുറച്ച് എടുക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ലെങ്തിയാണ് സാധനങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു ഡു ആസ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഫോർ യു. ഐ വിൽ ബി ഞാൻ നമ്മുടെ ആപ്ലിക്കേഷൻ അതിന് അസൈൻമെന്റ് ഞാൻ ഇപ്പം തന്നെ ഇനിഷ്യേറ്റ് ചെയ്യാം. അത് ടൈമും തരും. ആ ടൈമിനുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ ഓക്കെ എല്ലാവർക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൂടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ നോക്കുക, ബാക്കി എന്തെങ്കിലും മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. നാളത്തെ ക്ലാസ് വരുമ്പോൾ നമുക്ക് ബാക്കി സെക്ഷൻസോട് നോക്കിയാൽ വി വിൽ എൻഡ് ദ ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, എളുപ്പമുള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ഇൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി, കീമിന് വെയിറ്റേജിനകത്ത് ഒരു ഈ പറയുന്ന 2 ചാപ്റ്റർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ചെയ്യുന്നതിന് 4 ചോദ്യങ്ങളുണ്ട്. ഇതിനകത്തുനിന്ന് മിക്കവാറും 3 ചോദ്യങ്ങളൊക്കെ എപ്പോഴും 3-4 ചോദ്യങ്ങൾ കീമിനകത്തൊക്കെ വരാറുണ്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കകത്തുനിന്ന്. ഓക്കെ ഓക്കെ, ഇനി വേറെ ഒന്നും എനിക്ക് പറയാനായിട്ടില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, നിങ്ങൾ തന്നെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ കൃത്യമായി ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഏതായാലും ഞാൻ പറയുന്നൊരു കാര്യം, എപ്പോഴും നിങ്ങൾ ഈ കീംകാർക്ക് ഇത്തവണ നല്ലൊരു ചാൻസ് ആണുള്ളത്. എഞ്ചിനീയറിംഗ് എടുക്കുന്നവർക്ക് +2 നല്ല കാര്യം. കഴിഞ്ഞ കൊല്ലം പോലും എൻ്റെ ഇവിടുത്തെ സ്റ്റുഡൻസ് കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതുപോലെ ആപ്ലിക്കേഷൻ ഒന്നും സൂമിലല്ല ഗൂഗിൾ മീറ്റിലായിരുന്നു ക്ലാസ് എടുത്തത്. അപ്പൊ അവിടെ ക്ലാസ് എടുത്ത് കുറച്ചുകൂടി ജസ്റ്റ് ഇവിടുത്തെ പിള്ളേർക്കും താല്പര്യമില്ലായിരുന്നു. ഇവിടുത്തെ കുമരകത്തെ കാര്യമാണ് പറയണത്. അപ്പൊ അതിനകത്തുനിന്ന് 3 പേര് ജോയിൻ ചെയ്ത്. അതിനകത്ത് ഫൈനൽ വരെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ആ ഒരാൾക്ക് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, തൃശ്ശൂർ മാക്, അതായത് മലത്താനസ് കോളേജ്, നല്ലൊരു കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടി. നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അത് കിട്ടുള്ളൂ. എനിക്കൊന്ന് ഹി ഗോട്ട് സംതിങ് ലൈക്ക് 5,000 ഫസ്റ്റ് അറ്റംപ്റ്റ് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്ത്. ഓർത്തോണം പ്ലസ് 2 ക്ലാസ് ഏതിനാ ലോങ് ടേം ബാച്ച് ഒന്നും പഠിച്ചില്ല, സാധാരണ രീതിയിൽ പഠിച്ചിട്ട് പ്ലസ് 2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു, സ്റ്റഡി നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും 5,000 സംതിങ് റാങ്ക് വന്നു പുള്ളിക്കാരത്തി. അപ്പം സിവിൽ എഞ്ചിനീയറിംഗിന് 5,000 അതിലേതോ താഴെയായിരുന്നു. നല്ലൊരു കോളേജ്, മലത്താനസ് കോളേജ് നല്ലൊരു കോളേജാണ് എഞ്ചിനീയറിംഗ് കോളേജിനകത്ത്. ഏതാണ്ട് അപ്പൊ അതിനകത്ത് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് അല്ല, അതിന് അവിടെ കിട്ടുന്നത് കോതമംഗലം. അപ്പൊ അവിടെയാണ് കിട്ടിയത്. അവിടെ സിവിൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് സമയം ഇഷ്ടം പോലെയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ സമയം കുറെ ഉണ്ടായിരുന്നു, ഓൺലൈൻ ആയതുകൊണ്ട്. ഇത്തവണ നിങ്ങൾക്ക് സമയമുണ്ട്. പ്ലസ് 2 കഴിഞ്ഞ വർഷത്തെക്കാളും നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ട് ഫോക്കസ് ചെയ്തതായതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാനും പറ്റും. അതുകൊണ്ട് ആ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പലരും എനിക്ക് പ്രതീക്ഷയുണ്ട്, എല്ലാവരും പ്രതീക്ഷിക്കും. മിന്നസാൻ പറയുന്നത് നല്ല പഠിക്കുന്ന കുട്ടികളുണ്ട്, പനിക്കപ്പാലത്തെ കുട്ടികളുണ്ടെന്ന് പറയുന്നു. അപ്പൊ എനിവേ നല്ല മാർക്ക് കൊണ്ട്, ഈ പറഞ്ഞ എൻട്രൻസ് നല്ല മാർക്ക് കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു സ്കോർ നിങ്ങൾക്ക് കീമിന് മേടിക്കുക. നല്ലൊരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഏത് കോളേജ് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് എടുക്കണം, ഏത് സ്ട്രീം, ഒരു സ്ട്രീമിന് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻ ആസ്ക് മീ. ബിക്കോസ് ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ക്ലാസ്സുകൾ എഞ്ചിനീയറിംഗ് മുന്നോട്ട് ഏതൊക്കെ എടുക്കണം, ഒരു സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ പഠിക്കും, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പലരും നമ്മൾ ക്ലാസ്സുകൾ വേറെ പുറത്തു പോയി കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നോട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ഞങ്ങൾ ഉണ്ടാവും. പക്ഷേ എൻ്റെ താല്പര്യം, നിങ്ങൾക്ക് ചാൻസ് നല്ലതായിട്ടുണ്ട്, ആ ചാൻസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കാതെ മാത്രം. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങളും അതിനെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, വേറെ ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടോ? എനി വൺ ഓഫ് യു? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, നത്തിങ്? യെസ്, then we will end the class and we will see you on the next class. Maybe tomorrow, നാളെ തന്നെ ആയിരിക്കും. നാളെ ഇതിന്റെ ബാക്കി എടുക്കാം. അപ്പോൾ do this as homework. Okay, and bye. Thank you. Thank you, sir. Yeah, thank you. Thank you, sir. Yes. Thank you. Thank you, sir.